കഴിഞ്ഞ രാത്രിയിൽ ദൈവം നൽകിയ കൃപയ്ക്കനുസരിച്ച് ബൈബിളിലെ പ്രവചനങ്ങളെ ആധാരമാക്കി നമ്മൾ വിലയിരുത്തുകയുണ്ടായി. ഈ രാത്രിയിലും അതിൻ്റെ തുടർച്ചയായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ആഗ്രഹത്തോട് കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞങ്ങളെ ഈ ശബ്ദപരിധിക്കുള്ളിൽ പലരും ശ്രദ്ധിക്കുന്നുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഞങ്ങളുടെ സ്നേഹവന്ദനം പ്രത്യേകം അറിയിക്കുകയും ചെയ്യുന്നു. എൻ്റെ മുന്നിൽ 1 മണിക്കൂറേ ഉള്ളൂ. ഇന്നലത്തെ പ്രസംഗം കേട്ട ശേഷം എന്നോട് സംശയം ചോദിച്ചവരുണ്ട്. സംശയമല്ല, ചില ക്ലാരിഫിക്കേഷന് വേണ്ടി ചോദിച്ചവരുണ്ട്. ഞാൻ ഇന്ന് അത് എടുക്കാം എന്നുള്ളത് പറയുകയുണ്ടായി. വളരെ സുദീർഘമായൊരു വിഷയമാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. ഞാൻ കഴിയുന്നതും ദൈവജനത്തോട് കൂറുപുലർത്തി ദൈവസന്നയിൽ ദൈവത്തിന് പറയാനുള്ളത് പ്രിയപ്പെട്ട നിങ്ങളോട് അറിയിക്കാൻ ശ്രമിക്കാം. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആ വിഷയത്തിലേക്ക് കടന്നു വരാം. പ്രാരംഭമായി സക്രിയാവിൻ്റെ പ്രവചനം നമുക്കൊന്ന് എടുക്കാം. ഞാൻ അവിടെ നിന്ന് ഈ രാത്രിയിലെ ചിന്ത തുടങ്ങുകയാണ്. വളരെ അധികം കാലലക്ഷണങ്ങളെ വിലയിരുത്തുവാൻ കടമ്പെട്ട ഒരു നാടിൽ ഞാൻ നിങ്ങൾ വന്നെത്തിയിരിക്കുന്നു എന്നുള്ളത് തർക്കമറ്റ ഒരു വിഷയമാണ്. നമ്മൾ അത് ശ്രദ്ധിക്കാനായിട്ട് വളരെ ആവശ്യമാണ്. കഴിഞ്ഞ രാത്രി നമ്മൾ കാണുകയുണ്ടായി, ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞ ഒരു കാലഘട്ടം നമ്മുടെ കൺമുമ്പിൽ അത് ചുരുളഴിയുകയായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്നുള്ളത് പ്രവാചകന്മാരോട് പറഞ്ഞ് അത് കുറിച്ചു വെക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടു. ആ ഇസ്രയേലിനെ മടക്കി കൊണ്ടുവരുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ കരമാണ് അവരെ മടക്കി കൊണ്ടുവന്നത്. എനിക്ക് എങ്ങനെ അവരെ മടക്കി കൊണ്ടുവന്നുവെന്ന് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ എടുക്കണമെന്നുണ്ട്. പക്ഷേ അവിടോട്ട് ഞാനിപ്പോൾ പോകുന്നില്ല. ദൈവമാണ് അവരെ കൂട്ടി വരുത്തിയത്. ഞാൻ അതോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം വായിച്ചിട്ട്, മനസ്സിൽ പ്രേരണ തോന്നിയത് കൊണ്ട് ഒരു വാക്യം വായിച്ചിട്ട് സക്രിയാവിലോട്ട് മടങ്ങി വരാം എന്ന് ആഗ്രഹിക്കുകയാണ്. യെരമ്യാ പ്രവചനം 30-ാം അധ്യായം എടുക്കുമ്പോൾ, യെരമ്യാ പ്രവചനം 31-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ജാതികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ, ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പീൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്തു. ദൈവമാണ് അവരെ ലോകത്തിൽ ചിതറിച്ചത്. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങളെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിക്കുമെന്ന് പറഞ്ഞു. ആശ്ചര്യമായി ഭൂമിയുടെ 4 കോണിലും അവരെ ചിതറിച്ചു. കേരളത്തിൽ പാർക്കുന്ന നമ്മൾ അതിന് സാക്ഷികളാണ്. കേരളത്തിൽ കൊച്ചിയിലും കൊടുങ്ങല്ലൂരും മാളയിലും പറവൂരിലും ഒക്കെ അവർ വന്നു പാർത്തു. ഒരു ഭൂപടം എടുത്ത് നോക്കിയാൽ ഭൂമിയുടെ ഒരറ്റമാണ് കേരളം. ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറി. മോശ ആവർത്തന പുസ്തകം 28 അത് പറഞ്ഞു. ലൂക്കോസ് 21 ഇത് സംഭവിക്കുന്നതിന് മുമ്പ് 40 വർഷം മുമ്പ് കർത്താവ് പറഞ്ഞു, നിങ്ങൾ വാളിൻ്റെ വായ്ത്തലാൽ വീഴും, സകല ജാതികളിലും നിങ്ങൾ ബദ്ധരായി പോകും. നമ്മൾ ഓർത്തതുപോലെ മടങ്ങി വരിക എന്നുള്ളത് അസാധ്യമായിരുന്നു. മാനുഷികമായി ചിന്തിച്ചാൽ നടക്കില്ല. കാരണം അവരുടെ സ്ഥലം കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഇസ്ലാം രാജ്യങ്ങളാണ്. അവരൊരിക്കലും ഇവർ കുടിയേറുവാൻ അനുവദിച്ചില്ല. അവരുടെ ബദ്ധ വൈരാഗികളാണ്. നമ്മൾ നോക്കിയാൽ മധ്യപൂർവ്വദേശം ഏതാണ്ട് 23 ഇസ്ലാമിക് രാജ്യങ്ങളുടെ പ്രതലമാണ്. അതിൻ്റെ മധ്യത്തിൽ അവർ പിറന്നു വീഴുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായ ഒരു കാര്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ കാലത്തിൻ്റെ ആ അന്ത്യത്തിലേക്ക് നീങ്ങിയപ്പോൾ, സഭയുടെ പണി പൂർത്തീകരിക്കുമ്പോൾ ദൈവം യഹൂദനോട് ഇടപെടേണ്ടത് ആവശ്യമാണ്. നമ്മൾ സമയമുണ്ടെങ്കിൽ ഞാൻ ദാനിയേലിൻ്റെ പ്രവചനം 9-ാം അധ്യായത്തിൽ നിന്ന് ആ ഭാഗം ചൂണ്ടിക്കാണിക്കാം. നോക്കുക, ഇസ്രയേൽ ഭൂമിയിലെ ദൈവസഭയുടെ ഉള്ളപ്പോൾ ദൈവത്തിന് അവരോട് ഇടപെടാൻ കഴിയില്ല. നമ്മുടെ പ്രാർത്ഥനയിൽ പ്രിയ ജോസ് ഫിലിപ്പ് ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ പോലെ അവരുടെ ആത്മീക യഥാസ്ഥാനം നടക്കണമെങ്കിൽ സഭയുടെ പണി പൂർത്തീകരിച്ച് സഭയുടെ നിന്ന് പോയെങ്കിലേ കഴിയുള്ളൂ. ഈ വസ്തുതകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്
സഭയുടെ പണി പൂർത്തീകരിക്കാൻ പോവുകയാണ്. എന്നെ പ്രിയപ്പെട്ടവരെ, ഏറിയ പങ്കാളുകളും ഇത് ഗ്രഹിക്കില്ല. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. നമ്മൾ കണ്ടു, നോഹയുടെ കാലത്ത് ആരാധിച്ച് നടന്ന ശേത്തിന്റെ വംശത്തിന് പോലും അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മനുഷ്യപുത്രന്റെ വരവിൽ ഏതാണ്ട് അതുപോലെ ആയിരിക്കുമെന്ന് ദൈവപുത്രൻ ഓർപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇവരുടെ മടങ്ങിവരവ് അവിചാരിതമല്ല. ഇനിയും തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരോടുള്ള ബന്ധത്തിൽ നടക്കണം. നമുക്ക് സക്കറിയാവിലേക്ക് മടങ്ങി വരാം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് സക്കറിയ പ്രവചനമാണ്. ഒരു ചെറിയ പഠനം ഞാനവിടെ നടത്തുകയാണ്. ബൈബിൾ ഉള്ളവർ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കാത്തൊരു ഭാഗം ഞാൻ അവിടെ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ്. സക്കറിയ പ്രവചനം ശ്രദ്ധിച്ചാൽ 2 പ്രാവശ്യം യഹോവയുടെ വചനത്തിൻ്റെ ഭാരമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ മലയാള ഭാഷാന്തരത്തിൽ അത് വിട്ടുപോയി. 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ദ ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ്. വീട്ടിൽ ചെന്ന് നിങ്ങളുടെ ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കുക. 2 ബൈലിംഗ്വലുള്ള ബൈബിളിൽ നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ അത് കാണാം. നോക്കുക, 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ദ ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ്, യഹോവയുടെ വചനത്തിൻ്റെ ഭാരം. മലയാളത്തിൽ അത് വന്നില്ല. രണ്ടാമത് ദൈവം പറയുന്നത് 12-ാം അധ്യായത്തിലാണ്. 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും ദ ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഭാരമെന്ന് ദൈവം പ്രവാചകനിലൂടെ തൻ്റെ ജനത്തോട് പറയുന്നത് 2 പ്രാവശ്യമാണ്. 1 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, 2 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. എന്താണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഈ ഭാരം? അതാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. 9-ാം അധ്യായം തുടങ്ങി ആദ്യത്തെ ഭാരം 3 അധ്യായത്തിൽ പറയുന്നു. 9, 10, 11 3 അധ്യായത്തിൽ പറയുന്നു. രണ്ടാമത്തെ ഭാരം എന്ന് പറയുന്നത് 12, 13, 14 അവസാനത്തെ 3 അധ്യായത്തിൽ പറയുന്നു. എന്താണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഭാരം? 1-ാമത്തെ ഭാരത്തിൽ നമ്മൾ ആ ഭാഗങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവത്തിൻ്റെ പുത്രൻ യഹൂദന്റെ മധ്യത്തിൽ ഭൂമിയിൽ വരുന്നത് ആദ്യത്തെ ഭാരമായി പറയുന്നു. നോക്കുക, 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം പ്രവചനത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു വാക്കാണ്. പ്രവചനത്തിൻ്റെ ഏറ്റവും വളരെ കീ വേഴ്സാണ്. സിയോൻ പുത്രിയെ, ഇതാ നിന്റെ രാജാവ്. അവരുടെ രാജാവിനെ തിരിച്ചറിയുവാൻ പ്രവാചകനിലൂടെ പറയുകയാണ്. രാജാക്കന്മാർ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ നിന്റെ രാജാവ് സൗമ്യനായി ഒരു കഴുതയുടെ പുറത്ത് കയറി നിന്റെ അടുക്കൽ വരും. ഏപ്രിൽ 6 AD 32 അത് നിവർത്തിക്കപ്പെട്ടു. AD 32 ഏപ്രിൽ മാസം 6-ാം തീയതി ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ഹോശന്ന ഞായറാഴ്ച ദൈവപുത്രൻ യെരുശലേമിലോട്ട് പ്രവേശിച്ചു. നോക്കുക, 1-ാമത്തെ ഭാരമാണത്. എന്നാൽ ഈ യഹൂദന്മാർ അവനെ തിരസ്കരിക്കുന്നു. 11-ാം അധ്യായം അവസാനിക്കുന്നത് ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്ന തുമ്പുകെട്ട ഇടയൻ, അയ്യോ കഷ്ടം. 11-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, അവര് തുമ്പുകെട്ട ഇടയനെ, അവരുടെ യഥാർത്ഥ ഇടയനെ തള്ളിക്കളഞ്ഞ് അവര് തുമ്പുകെട്ട ഇടയൻ അന്തിക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് പറഞ്ഞാണ് ആ ആദ്യത്തെ ഭാരം അവസാനിപ്പിക്കുന്നത്. 2-ാമത്തെ ഭാരം എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ നോക്കുക, 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. അവിടെ 3 അധ്യായങ്ങൾ ഉപയോഗിക്കുന്നു 2-ാമത്തെ ഭാരം പറയുവാൻ. 12, 13, 14 അധ്യായം. ഈ 2-ാമത്തെ ഭാരം എന്ന് പറയുന്നത്, ബേർഡൻ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത് ദൈവപുത്രന്റെ 2-ാം വരവാണ്. യേശുക്രിസ്തുവിന്റെ 2-ാം വരവാണ്. നമ്മൾ 14-ാം അധ്യായം എടുത്താൽ അവിടെ വായിക്കുന്നുണ്ട് 4-ാം വാക്യം, അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിന് കിഴക്കുള്ള ഒലിമലയിൽ നിൽക്കും. യഹൂദനുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ് ഇവിടെ പറയുന്നത്. രഹസ്യപരമല്ല, അവന്റെ മഹത്വ പ്രത്യക്ഷതയാണ്. അവൻ മടങ്ങി വന്ന് യെരുശലേമിൽ കാലുകുത്തുന്നതാണ് പറയുന്നത്. ഈ 2-ാം വരവാണ് അവസാനത്തെ 3 അധ്യായത്തിലെ ഭാരമായി എടുത്തു പറഞ്ഞത്, സെക്കൻഡ് ബേർഡൻ. എന്നാൽ നിങ്ങൾ ആ 3 അധ്യായങ്ങൾ വീട്ടിൽ ചെന്നൊരു പേന കയ്യിലെടുത്തു വെച്ച്, ഒരു പെൻസിൽ എടുത്തു വെച്ച്, ഞാൻ പറയുന്നൊരു വാക്ക് നിങ്ങൾ അണ്ടർലൈൻ ചെയ്താൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഈ അവസാനത്തെ 3 അധ്യായം ഒരു സംഭവമായിട്ട് ദൈവം പറയുന്നു. എങ്ങനെയത് മനസ്സിലാക്കാം? ഈ 3 അധ്യായത്തിൽ അന്നാളിൽ ഇംഗ്ലീഷിൽ വായിച്ചാൽ ഓൺ ദ ഡേ എന്ന് 16 പ്രാവശ്യം പറയുന്നു. 16 times. God says 16 times on the day in this last
ബർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ്. ഞാൻ ചിലതൊന്ന് കാണിക്കാം അങ്ങനെയാണോ എന്ന് പറയാനായിട്ട്. 12-ാം അധ്യായം നോക്കിക്കാട്ടെ, 3-ാം വാക്യം. അന്നാളിൽ. വീണ്ടും നമ്മൾ 4-ാം വാക്യം അന്നാളിൽ, 6-ാം വാക്യം അന്നാളിൽ, അതിൻ്റെ 8-ാം വാക്യം അന്നാളിൽ, വീണ്ടും 8-ാം വാക്യത്തിൽ അന്നാളിൽ, 9 അന്നാളിൽ, 11-ാം വാക്യം അന്നാളിൽ, 13-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം അന്നാളിൽ, 1-ാം വാക്യത്തിൽ അന്നാളിൽ, 4-ാം വാക്യം അന്നാളിൽ. താഴോട്ട് നമ്മളൊന്ന് വായിച്ചു നോക്കുക. 14-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ 4-ാം വാക്യം അന്നാളിൽ, വീണ്ടും 6-ാം വാക്യം അന്നാളിൽ. ഞാൻ എല്ലാം എടുക്കുന്നില്ല. 20-ാം വാക്യം അന്നാളിൽ. ഈ രണ്ടാമത്തെ ബേർഡൻ, രണ്ടാമത്തെ ഭാരമെന്ന് പറഞ്ഞ ദൈവപുത്രന്റെ 2-ാം വരവിനെ ഒരു സംഭവമായിട്ടാണ് ഇവിടെ പറയുന്നത്. അന്നാളിൽ, അന്നാളിൽ ദൈവം ആ ദിവസത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഓൺ ദ ഡേ, ഓൺ ദ ഡേ, അന്നാളിൽ ഇത് സംഭവിക്കും, ഇത് സംഭവിക്കുമെന്ന് ദൈവം ഓർപ്പിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് രണ്ടാമത് പറഞ്ഞ ഈ ഭാരം? ഈ രണ്ടാമത് പറഞ്ഞ ഭാരം നമ്മൾ 14-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. 4-ാം വാക്യത്തിൽ, അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിന് കിഴക്കുള്ള ഒലിമലയിൽ നിൽക്കും. നമുക്കറിയാം, നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് ഒലിമലയിൽ നിന്നാണ്. ആ ഒലിമലയിലേക്ക് അവൻ മടങ്ങി വരും. അവന്റെ കാൽ ഒലിമലയിൽ കുത്തും. ഇവിടെ വായിക്കുന്നുണ്ട്, ഒലിമല 2-ആയി കീറിപ്പോകും. മലയുടെ ഒരു പാതി പടിഞ്ഞാറോട്ട് നടുവേ പിളർന്ന് ഏറ്റവും വലിയൊരു താഴ്വര ഉണ്ടാകും. പാതി വടക്കോട്ടും പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. പറയണമെന്ന് ഉദ്ദേശമല്ല, സന്ദർഭോചിതമായി ഞാൻ പറഞ്ഞു പോകട്ടെ. ഒലിമലയുടെ മുകളിൽ ഞാൻ ആദ്യമായി നിൽക്കുകയാണ്. എനിക്കുണ്ടായ ആവേശം പറയാൻ നിവൃത്തിയില്ല. ഞാൻ എൻ്റെ കൂടെ അവിടെയുള്ള ഒരു ഗൈഡുണ്ട്. അദ്ദേഹം പറഞ്ഞു, ദിസ് ഈസ് എ റിഫ്റ്റ് വാലി ഏരിയ. അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. റിഫ്റ്റ് വാലി ഏരിയ എന്ന് പറഞ്ഞാൽ, അതായത് ഭൂകമ്പം ഉണ്ടായിട്ട് ഈ ഭാഗം താഴോട്ട് പോയി ഒരു താഴ്വര ഉണ്ടാകാനുള്ള സ്ഥലമെന്ന അതിൻ്റെ പേര് റിഫ്റ്റ് വാലി ഏരിയ. അവിടെയുള്ള ഗൈഡ് പറയുകയാണ്, ഇത് റിഫ്റ്റ് വാലി ഏരിയ ആണ്. എന്താ സംഭവിച്ചത്? 1927 ജൂലൈ 11-ാം തീയതി ഇസ്രയേലിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. ഒലിമലയുടെ അടിയിലൂടെ ആ ഭൂകമ്പം ആഫ്രിക്കയുടെ പ്രദേശം വരെ നീണ്ടുപോയി. ഭൂമിയുടെ അടിയിൽ ഒരു വിള്ളൽ വീണു. ഈ വിള്ളല് ഇന്നും അതിൻ്റെ അടിയിലുണ്ട്. ഒലിമലയുടെ മുകളിൽ കിങ് ഡേവിഡ് ഹോട്ടൽ പണിയാൻ വന്നിട്ട് അത് പണിയാതെ അവർ മാറി. പണിയാതിരുന്നതിൻ്റെ കാരണം എപ്പോൾ വേണമെങ്കിലും ഭൂകമ്പം അവിടെ ഉണ്ടാകാം. ഇറ്റ് ഈസ് എ സെസ്മിക് ഏരിയ. ഭൂകമ്പം ഉണ്ടാകാം. ആ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള കെട്ടിടങ്ങൾ തകർന്നു പോകും. അതുകൊണ്ട് ഒലിമലയുടെ മുകളിൽ അത് പണിയിച്ചില്ല. ഒലിമലയുടെ മുകളിൽ കെട്ടിടങ്ങളൊന്നും അങ്ങനെ വലുതായിട്ടില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുക, ആ ഒലിമലയുടെ അടിയിൽ ഇന്നും ആ വിള്ളൽ കിടപ്പുണ്ട്. സ്റ്റിൽ നൗ ആ വിള്ളല് ഇവിടെ പറഞ്ഞതുപോലെ കൃത്യം കിഴക്ക് പടിഞ്ഞാറായി കിടക്കുകയാണ്. ആ വിള്ളല് അവർ പറഞ്ഞു, ഒരു ചെറിയ ഭൂകമ്പം മതി, ഈ മല 2-ആയി കീറിപ്പോകും. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. നമ്മുടെ പാഠപുസ്തകത്തിലൊരു പാട്ടുണ്ട്, ഒലിമല ഒരുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ പാദമേൽക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒലിമല ഒരുങ്ങിക്കഴിഞ്ഞു. വാസ്തവത്തിൽ ഒലിമലയിൽ എപ്പം വേണേലും ഈ ഭൂമി ഉണ്ടായി. യേശുക്രിസ്തുവിന്റെ കാലുകൾ വന്ന് തൊടുമ്പോൾ അവിടെ 2-ആയി ഈ പറഞ്ഞ പോലെ കീറിപ്പോകും. അവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം നോക്കാം. എന്നാൽ ഈ 12, 13, 14 അധ്യായത്തിൽ 16 പ്രാവശ്യം അന്നാളിലെന്ന് പറഞ്ഞ ആ വലിയ സംഭവം, ദൈവപുത്രൻ 2-ാമത് മടങ്ങി വന്ന് അവൻ്റെ കാല് ഒലിമലയിൽ കുത്തുന്ന സംഭവമാണ്. ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കാലയളവിനെ ഒന്ന് വിലയിരുത്താൻ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ഈ അന്നാളിലെന്ന് പറയുന്ന പ്രോഗ്രാം, യേശുക്രിസ്തുവിന്റെ 2-ാം വരവ്, മഹത്വ പ്രത്യക്ഷത, ആ പ്രോഗ്രാം എപ്പോഴാണ് തുടങ്ങുന്നത്? എപ്പോഴാണ് തുടങ്ങുന്നത്? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നോക്കിയാട്ടെ, 12-ാം അധ്യായം എന്നെടുത്താട്ടെ. 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും, അതിനെ ചുമക്കുന്നവരൊക്കെ കഠിനമായി മുറിവേൽക്കും, ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും.
അന്നാളിൽ ഞാൻ യെരൂശലേമിനെ ഭാരമുള്ള കല്ലാക്കി വെക്കും. ലോകരാഷ്ട്രങ്ങൾക്ക് പരിഹരിക്കാൻ വയ്യാത്തൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി ഞാൻ യെരൂശലേമിനെ തീർക്കും. ഒരു കാര്യം മറക്കരുത്, 25 പ്രാവശ്യത്തിലധികം യെരൂശലേമിന്റെ അധികാരം കൈമാറിയിട്ടുണ്ട്. മാറി മാറി രാജ്യങ്ങൾ ഭരിച്ചിട്ടുണ്ട്. ബൈബിൾ ദാനിയേലിന്റെ പുസ്തകം എടുത്താൽ തന്നെ ബാബിലോണിയർ ഭരിച്ചു, അതിനുശേഷം മേദ്യരും പേർഷ്യരും ഭരിച്ചു, അതിനുശേഷം ഗ്രീക്കുകാർ ഭരിച്ചു, അതിനുശേഷം റോമാക്കാർ ഭരിച്ചു, അതിനുശേഷം ബൈസന്റൈൻ ഭരണം നടത്തി, അതിൻ്റെ ശേഷം ഓട്ടോമൻ എംപയർ, തുർക്കികള്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ബ്രിട്ടീഷുകാർ ഭരിച്ചു. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് 1967 ഇസ്രയേൽ പിടിച്ചെടുത്തു. ഒരു കാര്യം ഓർത്ത്, കഴിഞ്ഞ നാടുകളിലൊക്കെ യെരൂശലേം മറ്റുള്ളവർ ഭരിച്ചപ്പോൾ ലോകത്തിൽ അതൊരു പ്രശ്നമേ അല്ല. റോമക്കാർ ഭരിച്ചപ്പോൾ റോമക്കാരുടെ കയ്യിൽ, ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ, ഓട്ടോമൻ എംപയർ ഭരിച്ചപ്പോൾ ഓട്ടോമൻ എംപയറിന്റെ കയ്യിൽ, അറബികൾ ഭരിച്ചപ്പോൾ അവരുടെ കയ്യിൽ. ആർക്കും ഒരു പ്രശ്നമല്ല. എന്നാൽ ഇസ്രയേലിനോട് അറബികൾ യുദ്ധത്തിന് വന്നു. 48 അവർ സ്വതന്ത്രരായി. നമ്മൾ ആ ഡേറ്റ് ഇവിടെ ഓർത്തു. പ്രിയ ജോസ് ഫിലിപ്പ് ബ്രദർ ആ ഡേറ്റ് വീണ്ടും ഓർപ്പിച്ചു. 1948 മെയ്യിൽ അവര് ഇസ്രയേൽ സ്വതന്ത്രമായ അന്ന് ചുറ്റുമുള്ള അറബി രാജ്യങ്ങൾ യുദ്ധത്തിന് ആഹ്വാനം കൊടുത്ത് 13 മാസമാണ് ആ യുദ്ധം നീണ്ടു നിന്നത്. 13 മാസം. അവരിത്രേ പറഞ്ഞുള്ളൂ, നിങ്ങളുടെ കൈകളിലുള്ള ആയുധമെടുത്ത് യഹൂദനെ നിങ്ങൾ ഇല്ലായ്മ ചെയ്തിട്ട് തുടച്ചു കളഞ്ഞിട്ട് നിങ്ങളുടെ വീടുകളിൽ പോകാമെന്ന് പറഞ്ഞു. 13 മാസമായി യുദ്ധം നീണ്ടു നിന്നു. ഇസ്രയേൽ അവിടെ ജയിച്ചു. കാരണം ദൈവമാണ് അവരെ മടക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. വീണ്ടും 56 യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിലും അറബികൾ പരാജയപ്പെട്ടു. അവർ യുദ്ധത്തിന് വന്നുകൊണ്ടിരുന്നത് രാഷ്ട്രങ്ങൾ ഒന്നിച്ചാണ്. അതിൻ്റെ ശേഷം വൈരാഗ്യം വർദ്ധിച്ചിട്ട് വലിയൊരു യുദ്ധത്തിന് ആഹ്വാനം കൊടുത്തു. 1967 ലോകപ്രസിദ്ധമായ 6 Day War. 1967 5 രാജ്യങ്ങൾ അവരെ വളയുകയാണ്. അവരുടെ തെക്ക് ഭാഗത്ത് ഈജിപ്റ്റ് 80,000 പടയാളികളെ അണിനിരത്തി. വടക്ക് ഭാഗത്ത് സിറിയ 40,000 പടയാളികളെ, കിഴക്ക് ജോർദാൻ 40,000 പടയാളികളെ, സൗദി അറേബ്യ 25,000 സൈന്യത്തെ, ഇറാഖ് 5,000 സൈന്യത്തെ. ഇസ്രയേലിന്റെ കരഭൂമി മുഴുവൻ സൈന്യങ്ങൾ വളഞ്ഞിട്ട് അവരുടെ പടിഞ്ഞാറ് ഭാഗം മെഡിറ്ററേനിയൻ കടലാണ്. ആ കടലിലോട്ട് അവരെ തള്ളിക്കളയണം. അന്ന് 83 സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം അറിയാതെ ഈ യുഎഇയുടെ പ്രസിഡന്റ് അബ്ദുൽ നാസർ കോട്ട് ചെയ്തു, വരുവീൻ ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം അവരെ തുടച്ചു കളയാം. നമ്മൾ ഓർക്കണം, ഈ അറബികളും ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം സാധാരണ നടക്കുന്ന യുദ്ധമല്ല. ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായി, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായി. ഈ യുദ്ധങ്ങളിൽ ഒരു രാജ്യം തോൽക്കും, ഒരു രാജ്യം ജയിക്കും. എന്നാൽ ഇസ്രയേലും അറബികളുമായിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ അറബി നേഷൻസ്, അറബ്സ്, അവർ വരുന്നത് എന്തിനാണ്? ഇസ്രയേലിനെ തുടച്ചു കളയണം. അവരുടെ ആണിനെ, പെണ്ണിനെ, കുട്ടികളെയും സ്ത്രീകളെയും കൊന്നുകളയണം. എപ്പോഴെങ്കിലും ഇസ്രയേൽ പരാജയപ്പെട്ടാൽ അവരുടെ ഇടയിൽ ജനങ്ങളൊന്നും അവശേഷിക്കില്ല, അവരെ കൊന്നുകളയും. അതുകൊണ്ട് അവര് എന്ത് വില കൊടുത്തും അവർ പരാജയപ്പെടാതെ സൂക്ഷിക്കും. അതുകൊണ്ടാണ് അവരൊരു ന്യൂക്ലിയർ നേഷനാണ്. അവർ ന്യൂക്ലിയർ ആയുധം ഉപയോഗിക്കും. ബൈബിളിൽ അത് പറയുന്നുണ്ട്. ഞാൻ ഈ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കട്ടെ. നമ്മൾ ഓർക്കുക, ഇവരൊക്കെ ആഹ്വാനം ചെയ്യുന്നത് ഇസ്രയേലിനെ തുടച്ചു കളയാൻ. 67 അറബി രാജ്യങ്ങൾ ഒന്നിച്ചു വന്നത് അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ 67 6 ദിവസത്തെ യുദ്ധം നിങ്ങൾ ഓർക്കണം. 48 മെയ് മാസം 14 ഇസ്രയേൽ സ്വതന്ത്രമായപ്പോൾ കിഴക്കൻ യെരൂശലേം, അതായത് അവരുടെ ദേവാലയം നിന്ന യെരൂശലേം, അത് അവർക്ക് കിട്ടിയില്ല. ഇസ്രയേലിൽ 13 മാസം യുദ്ധം ഉണ്ടായി എന്ന് ഞാൻ പറയുന്നു. ആ 13 മാസത്തെ യുദ്ധത്തിൽ ചോര ഒഴുക്കിയത് യെരൂശലേമിന് വേണ്ടിയാണ്. ഇസ്രയേൽ കിണഞ്ഞു പരിശ്രമിച്ചു യെരൂശലേം പിടിച്ചെടുക്കാൻ, കിട്ടിയില്ല. അറബി രാജ്യങ്ങൾ വീരോടെ പോരാടി അവരത് പിടിച്ചെടുത്തു. അറബി രാജ്യങ്ങൾ എന്തിനാണ് ഇത്ര വീരോടെ പോരാടിയത്? അവരുടെ പുണ്യഭൂമിയാണത്. മെക്കയും മെദീനയും കഴിഞ്ഞാൽ 3ാമത്തെ പുണ്യഭൂമിയാണ്. അവരുടെ പ്രവാചകൻ സ്വർഗത്തിൽ പോയത് അവിടെ നിന്നാണെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ അൽ അക്സ എന്ന് പറയുന്ന ഒരു മോസ്ക് ഉണ്ട്. ആ മോസ്ക്, 2 മോസ്കാണ് മുസ്ലിങ്ങളുടെ, യഹൂദന്റെ ദേവാലയം നിന്ന സ്ഥലത്ത്.
ഡോം ഓഫ് ദി റോക്കും അൽ അക്സ മോസ്കും. അൽ അക്സ മോസ്ക് എന്ന് പറഞ്ഞാൽ ഫർദറസ്റ്റ് പ്ലേസ് എന്നാണ്. പ്രവാചകൻ ഏറ്റവും ദൂരെ വരെ പോയ സ്ഥലം. അവിടെ അവരതിൻ്റെ ഓർമ്മയ്ക്കായി ഒരു മോസ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ വിശ്വസിക്കുന്ന ഒരു വെള്ളക്കുതിരപ്പുറത്ത് മുഹമ്മദ് അവിടെ നിന്ന് സ്വർഗാരോഹണം ചെയ്തു. ഈ സ്ഥലം അവർ വീറോടെ യുദ്ധം ചെയ്ത് യഹൂദന് കൊടുക്കാതെ പിടിച്ചെടുത്തു. അത് ജോർദാന്റെ ഭാഗമാക്കി തീർത്തു. ജോർദാന്റെ കയ്യിലായിരുന്നു അത്. മുസ്ലിം രാഷ്ട്രങ്ങളുടെ പുണ്യഭൂമിയായ കിഴക്കൻ യെരുശലേം ഇത് യഹൂദന്റെയും പുണ്യഭൂമിയാണ്. യഹൂദന്റെ ദേവാലയം പണിയുവാൻ അനുവദിക്കപ്പെട്ട ഏക സ്ഥലം അവിടമാണ്. 3 വലിയ മതങ്ങളുടെ കേന്ദ്രമാണ് യെരുശലേം. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് യെരുശലേം പട്ടണത്തിന്റെ പുറത്താണ്. യഹൂദന്റെ ദേവാലയം നിൽക്കുന്നത് പണിതത് യെരുശലേമിലാണ്. മുസ്ലിങ്ങള് വിശ്വസിക്കുന്ന അനുസരിച്ച് അവരുടെ പ്രവാചകൻ സ്വർഗത്തിൽ പോയത് യെരുശലേമിൽ നിന്നാണ്. യെരുശലേമിന് വേണ്ടി 67 വീറോടെ യുദ്ധം ചെയ്തു. ആ അറബികൾ അത് പിടിച്ചെടുത്തു. ഇസ്രായേലിന് കിട്ടിയില്ല. എന്നാൽ 67 വീണ്ടും അറബികൾ യുദ്ധത്തിന് വന്നപ്പോൾ ഇസ്രായേൽ അത് പിടിച്ചെടുത്തു. 1967 യുദ്ധം നടക്കാതെ അവർ ശ്രമിച്ചുവെങ്കിലും ആ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു. ഞാനത് ചുരുക്കി പറയുന്നു, വിശദീകരിക്കുന്നില്ല. 67 സിക്സ് ഡേ വാർ. 6 ദിവസമായപ്പോൾ ലോകം ഒരുപോലെ ശബ്ദമുയർത്തി, നിർത്തണം, നിർത്തണം, ഇനി യുദ്ധം തുടരരുത്. ഇസ്രായേൽ അതിനു മുമ്പ് കെഞ്ചിയതാണ് രാഷ്ട്രങ്ങളോട് യുദ്ധം നടക്കാതിരിക്കാൻ. ഒരു ദിവസം കൂടെ യുദ്ധം മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈജിപ്തിന്റെ തലസ്ഥാനമായി കെയ്റോ പിടിച്ചേനെ, സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസ് പിടിച്ചേനെ. പക്ഷേ അവിടെ കൊണ്ട് യുദ്ധം നിർത്തി. ഇസ്രായേലിന് മതിയായിരുന്നു. അവരുടെ പുണ്യഭൂമി അവർ പിടിച്ചെടുത്തു. 1980 ജൂലൈ മാസം അവർ ലോകത്തോട് പ്രഖ്യാപിച്ചു, യെരുശലേം ഈസ് അൻ അൺഡിവൈഡഡ് എറ്റേണൽ ക്യാപിറ്റൽ ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ അവിഭാജ്യമായ നിത്യ തലസ്ഥാനമാണ് യെരുശലേം. 1980 സെപ്റ്റംബറിൽ മൊറോക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്ലാമിക് രാജ്യങ്ങളുടെ തലവന്മാർ ഒന്നിച്ചുകൂടി യെരുശലേമിനെ മോചിപ്പിക്കണം. പ്രശ്നം അവിടെ ആരംഭിക്കുകയാണ്. അന്നവർ പറഞ്ഞത്, സൗദിയിലെ പ്രിൻസാണ് പ്രപ്പോസ് ചെയ്തത്, ജിഹാദ് പ്രഖ്യാപിക്കണം. ആ ജിഹാദ് എന്നുള്ള വാക്കിന്റെ മലയാള വെർഷൻ വിശുദ്ധ യുദ്ധമെന്നാണ്. പ്രിയപ്പെട്ടവരോട്, ഈ ഭാഗത്തിൽ നിന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു വാക്യം യോവേൽ പ്രവചനത്തിൽ ഞാൻ വായിച്ചോട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വന്നെത്തിയ ദിവസം കഴിഞ്ഞ രാത്രി നമ്മൾ ഓർത്തു, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം അവരെ മടക്കിക്കൊണ്ടുവന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഞാനും നിങ്ങൾ ജീവിക്കുകയാണ്. പത്രോസ് പറഞ്ഞു, അവരോട് പ്രവാചകന്മാർ പറഞ്ഞത് യഥാസ്ഥാനപ്പെടുന്ന കാലം വരെ ക്രിസ്തു സ്വർഗത്തിലായിരിക്കും. ഈ യഥാസ്ഥാനം നടന്നു കഴിഞ്ഞാൽ അവനെ മടക്കി അയക്കും. ആ റീസ്റ്റോറേഷന്റെ പീരീഡിലാണ് ഞാനും നിങ്ങളും. വണ്ടർഫുൾ. ഇനിയും നമ്മൾ ഓർക്കുക, യോവേൽ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. 11-ാം വാക്യം, ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ. ആ വാക്ക് കണ്ടോ? വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങുവാൻ ആഹ്വാനം കൊടുക്കുകയാണ്. ഏതാണ്ട് 2400 വർഷം മുമ്പ് യോവേൽ പ്രവാചകനിലൂടെ ദൈവം അത് അരുളി ചെയ്യുകയാണ്. വിശുദ്ധ യുദ്ധം എന്നുള്ളതിൻ്റെ അറബി ഭാഷയാണ് ജിഹാദ്. ആരോടാ പറഞ്ഞത്? ചുറ്റുമുള്ള രാജ്യങ്ങളോട്. നിങ്ങൾ ഓർക്കണം, ഇസ്ലാം ലോകത്തിൽ ഇല്ലായിരുന്നു. ആ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ മുസ്ലിങ്ങളല്ലായിരുന്നു. അവരെ സംബന്ധിച്ച് ഇത് പരിശുദ്ധ സ്ഥലമല്ലായിരുന്നു. ഇസ്ലാം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ക്രിസ്തു വന്ന് AD 622 മുഹമ്മദ് മരിക്കുന്നത്. AD 622. മുഹമ്മദ് മരിച്ച ശേഷം AD 638 ഇബിൻ ബിൻ വലീദ് എന്ന് പറയുന്ന ഒരു സൈന്യം അധിപൻ ആ സൗദി അറേബ്യയിൽ നിന്ന് സൈന്യമായി വന്ന് മധ്യപൂർവ്വ ദേശത്തിലെ ബെഡൂവിയൻസ് എന്ന് പറയുന്ന അറബികളെ ഒന്നുകിൽ കൺവേർട്ടഡ് ആകുക, ഇസ്ലാം സ്വീകരിക്കുക, അല്ലെങ്കിൽ മരിക്കുക എന്ന് വാളുകൊണ്ട് ഈ മതം പ്രചരിപ്പിച്ച് അവിടെ മുഴുവൻ ഇസ്ലാമാക്കി. ഏതാണ്ട് 638 ആയപ്പോൾ യെരുശലേമും അവർ പിടിച്ച് അവരുടെ പുണ്യഭൂമിയാക്കി പ്രസ്താവിച്ചു. യെരുശലേം അവരുടെ പുണ്യഭൂമിയായി പ്രസ്താവിച്ചു. അതിൻ്റെ ശേഷമാണ് ഈ ഡോം ഓഫ് ദി റോക്കും അലാസ്ക മോസ്കും പണിതത്. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, പ്രിയപ്പെട്ട നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ,
ഇവിടെ ദൈവവചനത്തിൽ പറഞ്ഞു, ചുറ്റുമുള്ള രാജ്യങ്ങളോട് വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കാൻ പറഞ്ഞു. മാത്രമല്ല, കാലത്തിന്റെ അവസാനം ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും പ്രശ്നമാക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നൊരു ശബ്ദമുണ്ട്, 2 നേഷൻ സൊല്യൂഷൻ. പലസ്തീൻ രാഷ്ട്രമുണ്ടാക്കണം, ഇസ്രയേലിനോട് ചേർന്ന് പലസ്തീൻ രാഷ്ട്രമുണ്ടാക്കണം. കാരണം കഴിഞ്ഞ 2 വർഷമായി യുദ്ധം നടക്കുകയാണ്. 2007 ഒക്ടോബർ തൊട്ട് ഇസ്രയേൽ ചുറ്റുമുള്ള രാജ്യങ്ങളെ ബോംബ് ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പട്ടിണി കൊണ്ടും ബോംബിങ് കൊണ്ടും 80, 60, 30, 100 ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും എണിക്കുന്നില്ല. ലോകരാഷ്ട്രങ്ങൾ ഇത് നിർത്താൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഇസ്രയേൽ ആരും പറയുന്നത് കേൾക്കാതെ യുദ്ധം നടത്തുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് UN ജനറൽ അസംബ്ലി കൂടാൻ പോവുകയാണ്. ഈ മാസമോ അടുത്ത മാസമോ മറ്റോ കൂടുകയാണ്. അവിടെ ഉരുത്തിരിഞ്ഞ ആശയം 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഇന്ന് വരെ പലസ്തീൻ രാഷ്ട്രം ഉണ്ടായിട്ടില്ല. പലസ്തീൻ അധികാരികളെ ഉള്ളൂ. ഇസ്രയേലിൽ നിങ്ങൾ പോയി അവിടുത്തെ ചരിത്രമൊന്ന് നോക്കിയാൽ, നമ്മൾ പലസ്തീനികൾ എന്ന് കേൾക്കുന്നുണ്ട്, പലസ്തീനികൾ രാജ്യമായിട്ടില്ല. പലസ്തീനികൾ അതോറിറ്റി ഉണ്ട്, അവർക്ക് പട്ടാളമില്ല, അവർക്ക് അങ്ങനെയുള്ളതൊന്നുമില്ല. പോലീസുകാരുണ്ട്, അവരെ ഇസ്രയേൽ അനുവദിച്ചിട്ടില്ല. എന്നാൽ പലസ്തീൻ രാഷ്ട്രമുണ്ടാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. ആ പലസ്തീൻ രാഷ്ട്രമുണ്ടാക്കാൻ ലോകം ഈ പലസ്തീനികൾ ആവശ്യപ്പെടുന്നു. നിങ്ങൾ കേട്ട് കാണും, യാസർ അറാഫത്തും ഇതുപോലെയുള്ളവരൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചു പലസ്തീൻ ഒരു രാജ്യമുണ്ടാക്കാൻ. എന്നാൽ അമേരിക്കയും ഇസ്രയേലും കൂടെ ചേർന്ന് ഇത് നടക്കാതിരിക്കാൻ രാഷ്ട്രീയ തന്ത്രങ്ങൾ പിണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണമെന്നറിയാമോ? പറയാം. നമുക്ക് 2-3 അധ്യായങ്ങൾ ഒന്നിച്ച് നോക്കിയാൽ അതിൻ്റെ ഗൗരവം മനസ്സിലാകും. ഞാൻ ഓടിച്ചെങ്കിലും ഒന്ന് പറയാൻ നോക്കാം. നോക്കുക, പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം. ഞാൻ 2007 ഒക്ടോബറിൽ ഈ ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ച് 1200 പേരെ കൊന്നു, ഏതാണ്ട് 250 പേരെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ ലോകത്തിലെ വലിയൊരു പൊളിറ്റിക്കൽ ലീഡറാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് ഞാൻ അന്നേരം കുറിച്ചെടുത്തു. ഞാൻ എൻ്റെ നോട്ട്സിൽ അത് കുറിച്ചു വെച്ചു. പുടിൻ പറഞ്ഞു, UN തീരുമാനം നടപ്പാക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ. എന്താ UN തീരുമാനം? UN തീരുമാനം എന്താണ്? UN തീരുമാനം ഓൾറെഡി തീരുമാനം എടുത്തിട്ടിരിക്കുകയാണ്. 2016 UN ഡിസംബറിൽ UN തീരുമാനമെടുത്ത് പാസ്സാക്കിയിട്ടിരിക്കുകയാണ്. എന്താ പാസ്സാക്കിയത്? ഒരു പലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കണം. ഇസ്രയേൽ 48 അതിരിലേക്ക് മടങ്ങി വന്ന് 67 അവർ പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം വിട്ടുകൊടുക്കണം. 67 ഏതൊക്കെയാ പിടിച്ചെടുത്തത്? 67 അവർ ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് ഗാസ പിടിച്ചെടുത്തു, സിറിയയുടെ കയ്യിൽ നിന്ന് ഗോളൻ ഹൈറ്റ്സ് പിടിച്ചെടുത്തു, വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തു, ജോർദാന്റെ കയ്യിൽ നിന്ന് യെരുശലേം പിടിച്ചെടുത്തു. ഈ സ്ഥലങ്ങളൊക്കെ 67 യുദ്ധത്തിലാണ് പിടിച്ചെടുത്തത്. എന്നാൽ 2016 ലോക ചരിത്രത്തിൽ ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത ഒരു സംഭവം ഉണ്ടായി. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അധികാരമുള്ള ആരാന്നറിയാമോ? UN സെക്യൂരിറ്റി കൗൺസിലാണ്. യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ. 15 രാഷ്ട്രങ്ങളാണ് അതിൻ്റെ അംഗങ്ങൾ. ഈ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു തീരുമാനമെടുത്താൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നേ കഴിയുള്ളൂ. UN സെക്യൂരിറ്റി കൗൺസിൽ. എന്നാൽ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രശ്നം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് വീറ്റോ ചെയ്യാൻ 5 രാഷ്ട്രങ്ങൾക്ക് പവറുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ലോകമഹായുദ്ധം ഇനി ഉണ്ടാകാതിരിക്കാനാണ് UN ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഈ വേൾഡ് പവറായ റഷ്യ, അമേരിക്ക, ഫ്രാൻസ്, ചൈന, ഈ മുതലായ ന്യൂക്ലിയർ പവർ നേഷൻസിന് വീറ്റോ ചെയ്യാൻ അധികാരമുണ്ട്. ഇന്ത്യ അതിൽ അംഗത്വത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് ഇന്നുവരെ കൊടുത്തിട്ടില്ല. വീറ്റോ ചെയ്യാൻ അധികാരമുണ്ട്. അതുകൊണ്ട് എന്ത് റെസൊല്യൂഷൻ ഇസ്രയേലിന് വിരോധമായി കൊണ്ടുവന്നാലും അമേരിക്ക അവസാനം വീറ്റോ ചെയ്യും. ഒരെണ്ണം പോലും പാസ്സാക്കിയിട്ടില്ല ഇസ്രയേലിന് വിരോധമായി. അമേരിക്ക വീറ്റോ ചെയ്യും. വീറ്റോ ചെയ്താൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ 2016 ഡിസംബറിൽ ബാരക് ഒബാമ
അദ്ദേഹം 2 ടേം അമേരിക്ക ഭരിച്ചിട്ട് അധികാരം മാറുന്നത് ഡിസംബർ 2016-ലാണ്. ഡിസംബർ 2016 താൻ അധികാരം മാറുമ്പോൾ ഒരു പണി ഒപ്പിച്ചിട്ടാണ് പോയത്. അധികം പേരത് നോട്ട് ചെയ്തിട്ടില്ല. അന്ന് UN സെക്യൂരിറ്റി കൗൺസിൽ കൂടി. UN സെക്യൂരിറ്റി കൗൺസിൽ 15 രാജ്യങ്ങൾ ഇസ്രയേലിന് വിരോധമായി ഒരു പ്രബന്ധം കൊണ്ടുവന്നു. ആ പ്രബന്ധം ഇതാണ്: ഇസ്രയേൽ 48 അതിരിലേക്ക് മടങ്ങിപ്പോകണം, 67 പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ടുകൊടുക്കണം, ഇനി വെച്ചുകൊണ്ടിരിക്കരുത്. സാധാരണ അമേരിക്ക വീറ്റോ ചെയ്യും. എന്നാൽ 2016 ഡിസംബറിൽ ബാരക് ഒബാമ മിണ്ടാതിരുന്നു. അമേരിക്ക മൗനമായിരുന്നു. 14 രാജ്യങ്ങൾ ആ പ്രബന്ധം ഇസ്രയേലിന് വിരോധമായി വോട്ട് ചെയ്ത് പാസ്സാക്കിയെടുത്തു. എന്താ ഈ ബാരക് ഒബാമ മിണ്ടാതിരുന്നത്? അദ്ദേഹത്തിൻ്റെ ചോരയിൽ നാം മനസ്സിലാക്കുന്നതിനെക്കാട്ടിൽ അല്പം വ്യത്യസ്തമായ ഒരു ബ്ലഡ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേരെന്തുവാ? ബാരക് ഹുസൈൻ ഒബാമ. അപ്പൻ മുസ്ലിം. ബാരക് ഹുസൈൻ ഒബാമ. അദ്ദേഹം 2016 ഡിസംബറിൽ അമേരിക്ക ഈ സെക്യൂരിറ്റി കൗൺസിലിൽ വീറ്റോ ചെയ്യാതെ ഇസ്രയേലിന് വിരോധമായി ഇത് പാസ്സാക്കിയെടുത്തു. അങ്ങനെ പാസ്സാക്കിയെടുത്താൽ പിന്നീട് എന്താ നടക്കേണ്ടത്? ഇസ്രയേലിനോട് ആവശ്യപ്പെടുകയാണ് സെക്യൂരിറ്റി കൗൺസിൽ, നിങ്ങൾ മാറില്ലേ. മാറാതെ വന്നാൽ എന്താ ചെയ്യുന്നത്? അടുത്തത് വേൾഡ് പോലീസ് പോകും, ലോകത്തിന്റെ രാജ്യങ്ങൾ പോകും. ഞാനൊരു തെളിവ് പറയാം. ഇറാഖ് കുവൈറ്റ് കയറി പിടിച്ചു. ഇവിടെ കുവൈറ്റ് ജോലി ചെയ്ത പല സഹോദരന്മാർ, ഞാൻ അന്നേരം ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയമാണ്. ഇറാഖ് കയറി കുവൈറ്റ് പിടിച്ചെടുത്തു. അവിടുത്തെ രാജാവും കുടുംബവും ഒക്കെ പ്ലെയിനിൽ കയറി സ്ഥലം വിട്ട് 4 വഴി. പക്ഷേ ലോകരാഷ്ട്രങ്ങൾ മിണ്ടാതിരുന്നില്ല. ലോകരാഷ്ട്രങ്ങൾ UN സെക്യൂരിറ്റി കൗൺസിൽ സദ്ദാം ഹുസൈനോട് മാറാൻ പറഞ്ഞു. മാറത്തില്ലേ. പിന്നെ നടന്നത് എന്താ? വേൾഡിലെ പട്ടാളങ്ങൾ, ലോകരാജ്യങ്ങളുടെ പട്ടാളം, അമേരിക്കയുടെ, ബ്രിട്ടന്റെ, ഫ്രാൻസിന്റെ, ഈവൻ ബംഗ്ലാദേശിന്റെ ആർമി വരെ പോയി. പൊങ്ങി നടക്കാൻ വയ്യാത്ത ബംഗ്ലാദേശിന്റെ ആർമി വരെ പോയി കുവൈറ്റിനെ മോചിപ്പിക്കാൻ. അങ്ങനെയാണ് സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ നിന്ന് കുവൈറ്റ് മോചിപ്പിച്ചെടുത്ത് അവിടെ ഭരിച്ചിരുന്ന രാജാവിൻ്റെ കയ്യിൽ തിരിച്ചു കൊടുത്തത്. അത് സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കിയുണ്ട്. അതുപോലെ പാസ്സാക്കിയിട്ടിരിക്കുക. ഇത് ഇസ്രയേലിന് വിരോധമായി പാസ്സാക്കിയിട്ടിരിക്കുക. എന്തുകൊണ്ടാ ഇസ്രയേലിന് വിരോധമായ ലോകരാജ്യങ്ങൾ വരാത്തത്? ഈ 2016 ഡിസംബറിൽ ഈ ബാരക് ഒബാമ അത് പാസ്സാക്കി കഴിഞ്ഞ ഉടനെ ജാനുവരിയിൽ 1-ാം തീയതി തൊട്ട് വേറെ ഒരു പ്രസിഡന്റ് വരികയാണ്, ഡൊണാൾഡ് ട്രംപ്. ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തിരിഞ്ഞു. ട്രംപ് ഇസ്രയേലിന് വളരെ അനുകൂലമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മരുമോൻ യഹൂദനാണ്. അദ്ദേഹത്തിൻ്റെ അഡ്വൈസേഴ്സ് യഹൂദന്മാരാണ്. അദ്ദേഹത്തിന് യഹൂദന്മാരുമായിട്ടുള്ള ബിസിനസ്സിൽ വലിയ സ്വാധീനതയുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഈ ഇസ്രയേലിന് കുറച്ചുകൂടെ ആനുകൂല്യമുള്ളത് കൊടുത്തുകൊണ്ട് UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കിയത് അത് നടപ്പാക്കിയില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു കാര്യം പാസ്സാക്കിയാൽ അത് പിന്നെ അത് ഇല്ലാതാക്കാനൊക്കില്ല. അതവിടെ കിടക്കും. നിങ്ങൾ സക്രിയ പ്രവചനത്തിൽ തന്നെ നോക്കുക. ഈ സക്രിയ പ്രവചനത്തിൽ നാം വായിക്കുന്നു, അതിൻ്റെ 3-ാം വാക്യം, യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കും. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചോട്ടെ. ആധുനികമായ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം പറയട്ടെ. UN സെക്യൂരിറ്റി കൗൺസിൽ, UN ജനറൽ അസംബ്ലി കൂടുകയാണ്. ഈ മാസമോ അടുത്ത മാസമോ കൂടുകയാണ്. ഓൾറെഡി ഫ്രാൻസ് പ്രഖ്യാപിച്ചു പലസ്തീൻ രാജ്യം ഉണ്ടാക്കണം. ബ്രിട്ടൻ അതിനെ അനുകൂലിച്ചു, പലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കണം. മറ്റ് ചെറിയ രാജ്യങ്ങളും പല രാജ്യങ്ങളും, യൂറോപ്പിലുള്ള രാജ്യങ്ങൾ അതിനെ പിന്തുടർന്നു. പലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കണം. അതിനെ പറയുന്നത് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. മധ്യപൂർവ്വദേശത്ത് സമാധാനം ഉണ്ടാക്കാൻ 2 രാജ്യം വേണം. ഇസ്രയേലിനെയും അംഗീകരിക്കണം, പലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കണം. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. പക്ഷേ ആരും ഇത് കേൾക്കുമ്പോൾ ഓർക്കുന്നില്ലേ? പലസ്തീൻ രാജ്യത്തിന് തലസ്ഥാനമായിട്ട് ഏത് സ്ഥലമാണ് വേണ്ടിയതറിയോ? യെരുശലേം. പലസ്തീൻ അധികാരികൾക്ക് യെരുശലേം വേണം അവരുടെ തലസ്ഥാനമായി. അറബി രാജ്യങ്ങൾക്കൊക്കെ യെരുശലേം തലസ്ഥാനമായി വേണം.
ഇസ്രയേലിന്റെ നിത്യതലസ്ഥാനമാണ് യെരുശലേം. അവർ പറഞ്ഞു, ഇനി ഞങ്ങൾ അതിനെ വിട്ടുകൊടുക്കില്ല. ആര് പരിഹരിക്കും? ലോക രാഷ്ട്രീയത്തിൽ പരിഹരിക്കപ്പെടാൻ വയ്യാത്ത ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് യെരുശലേമാണ്. ഇസ്രയേൽ സകല തന്ത്രങ്ങൾ ഉപയോഗിക്കും. നിങ്ങൾ ഓർക്കണം, ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ഈ പ്രോബ്ലം ഇത് ആളിക്കത്താൻ പോവുകയാണ്, ഇത് പടർന്ന് കത്താൻ പോവുകയാണ്. ഇപ്പോഴാണ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു, യുക്രൈൻ യുദ്ധം നിർത്തിക്കോണം, റഷ്യയോട് പറഞ്ഞു. 50 ദിവസം ഏതാണ്ടാ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 50 ദിവസം വെട്ടിച്ചുരുക്കി, കുറച്ചുകൂടെ ഡേറ്റ് കുറച്ചു. യുദ്ധം നിർത്തിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അമേരിക്കയുടെ വളരെ അധികം ശക്തി കൂടിയ ആയുധങ്ങളും കപ്പലുകളും ആ ഭാഗത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വേൾഡ് വാറിന്റെ മണം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ യാതൊരു ഒരു 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 കൂസലുമില്ലാതെ അവരുടെ മുങ്ങിക്കിടക്കുന്ന കപ്പലുകളുണ്ട്. റെഡ് ടൈഫൂൺ, ഒക്ടോബർ എന്നൊക്കെ പറയുന്ന ഓരോ കപ്പലിലും ന്യൂക്ലിയർ മിസൈലുകളാണ് കിടക്കുന്നത്. മുങ്ങിക്കപ്പലുകളിൽ അതിനെ അലേർട്ട് ചെയ്തു. കടലിൽ കിടക്കുന്ന ന്യൂക്ലിയർ ആയുധങ്ങളുള്ള ന്യൂക്ലിയർ മിസൈലുകളെ അലേർട്ട് ചെയ്തു റഷ്യ. അമേരിക്ക ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഈ ആയുധങ്ങൾ അങ്ങോട്ട് നീക്കുകയാണ്. റഷ്യയുടെ അതിരിൽ കിടക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആയുധം കൊണ്ട് നിറയ്ക്കുകയാണ്. ഇപ്പോൾ ഇത് പൊട്ടിപ്പുറപ്പെടാൻ പോവുകയാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ഇസ്രയേൽ ഇപ്പോഴ് ഉണ്ടായിരിക്കുന്ന, ഇപ്പം പലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കണം. പലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, അവിടം ഉണ്ടാക്കുമോന്ന് എനിക്കറിയില്ല. ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, വചനത്തിന്റെ വെളിച്ചത്തിൽ, യോവേലിന്റെ വെളിച്ചത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇസ്രയേൽ അത് തിരിച്ചു പിടിക്കുന്നത് യോവേലല്ല, ഉപദ്യ പ്രവചനത്തിലുണ്ട്. സമയമുണ്ട്, ഇല്ല, ഉണ്ടെങ്കിൽ ഞാനത് എടുക്കാമായിരുന്നു. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ പലസ്തീൻ രാഷ്ട്രം രൂപീകരിച്ചാൽ യെരുശലേം എങ്ങനെ പരിഹരിക്കപ്പെടും? യെരുശലേം പരിഹരിക്കാൻ ഒക്കില്ല. യെരുശലേം, ഇവിടെ ദൈവം പറയുകയാണ്, യെരുശലേമിനെ 12-ന്റെ 2-ാം വാക്യം നോക്കിയേ, ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. I will make it a cup of drunkenness to the surrounding nations. ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾക്ക് മത്ത് പിടിപ്പിക്കുന്ന പാത്രമാക്കി ഞാൻ യെരുശലേമിനെ തീർക്കും. ആരാ ഇത് പറഞ്ഞത്? സ്വർഗത്തിലെ ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ യെരുശലേമിനെ മദ്യത്തിന്റെ പാത്രമാക്കും, മത്ത് പിടിപ്പിക്കും. ഞാൻ വേണേ ഒരു വാക്യം കാണിക്കാം മത്ത് പിടിക്കുന്നത്. യെശയ്യാവ് 29 ഒന്ന് എടുത്താട്ടെ. യെശയ്യാ പ്രവചനം 29 അത് കൃത്യമായി പറയുന്നു. യെശയ്യാ പ്രവചനം 29-ാം അധ്യായം. ഈ 29-ാം അധ്യായത്തിൽ പറയുന്നത് സഖറിയാവ് 12-ലെ വിഷയമാണ്. യെരുശലേമിനോട് ലോകരാഷ്ട്രങ്ങൾ യുദ്ധത്തിന് വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പക്ഷേ യെരുശലേം എന്നല്ല പറഞ്ഞത്, അരിയേലേ എന്നാ പറഞ്ഞിരിക്കുന്നത്. അരിയേലേ, ദാവീദ് പാളയമിറങ്ങിയ നഗരമേ. ദാവീദ് പാളയമിറങ്ങുന്നത് സിയോൻ, യെരുശലേം. വളരെ വ്യക്തമായിട്ട് അതറിയാം. ഈ സിയോനെതിരെ യുദ്ധത്തിന് ലോകരാജ്യങ്ങൾ വരികയാണ്. 7-ാം വാക്യം നോക്കി, അരിയേലിന്റെ നേരെ യുദ്ധത്തിന് ചെയ്യുന്ന സകല ജാതികളുടെ കൂട്ടം, ലോകരാജ്യങ്ങൾ മുഴുവൻ അവന് എതിരായിട്ട് വരും. ഈ സഖറിയാവ് 12-ന്റെ കാര്യമാണ് ഈ യെശയ്യാവ് 29-ൽ പറയുന്നത്. അവർ വരുമ്പോൾ ഇവർ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കട്ടെ. അതിന്റെ 9-ാം വാക്യം നോക്കേ, വിസ്മയിച്ച് സ്തംഭിച്ചു പോകുവിൻ, അന്ധത പിടിച്ച് കുരുടരായിരിപ്പിൻ. അവർ മത്തരായിരിക്കുന്നു വീഞ്ഞുകൊണ്ടല്ല, അവർ ചാഞ്ചാടി നടക്കുന്ന മദ്യപാനം കൊണ്ടല്ല. ദൈവം പറയുകയാണ്, ഈ യെരുശലേമിനോട് യുദ്ധത്തിന് വന്നിരിക്കുന്ന ഈ ജനങ്ങളുണ്ടല്ലോ, മത്ത് പിടിച്ചിരിക്കുക, പക്ഷെ മദ്യം കൊണ്ടല്ല. അവർ ചാഞ്ചാടി നടക്കുകയാണ്, അത് മദ്യപാനം കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാ? മതത്തിന്റെ മത്ത്, റിലീജിയസ് ഇൻടോക്സിക്കേഷൻ. മതത്തിന്റെ മത്ത് അവരെ മത്ത് പിടിപ്പിച്ചു. നമ്മൾ വായിക്കുന്നില്ലേ, കേൾക്കുന്നില്ലേ, ദേഹത്തൊക്കെ ബോംബ് വെച്ച് കെട്ടി അങ്ങ് പോയി ചാവേരാകുക. എന്തോ ബോധമാ? ഒരു ബോധമില്ലാതെ ചാവേരായി ചാകുക. മതത്തിന്റെ മട്ടാണ്. ഇവിടെ വായിക്കുന്നു, അവസാനത്തെ യുദ്ധം, യെരുശലേമിനോടുള്ള യുദ്ധം. ചുറ്റുമുള്ള രാജ്യങ്ങൾ, ഇസ്ലാമിക് രാജ്യങ്ങൾ കടന്നു വരും. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് ഞാൻ പറയട്ടെ,
ചരിത്രത്തിൽ ആദ്യമായി, ഇസ്രായേൽ ചരിത്രത്തിൽ ആദ്യമായി മടങ്ങി വന്നു. ദൈവം പറഞ്ഞത് നിവർത്തിച്ചുകൊണ്ട് മടങ്ങി വന്നു. അവർ മടങ്ങി വന്ന ശേഷം യെരുശലേം അന്തർദേശീയ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും വാസ്തവത്തിൽ ഇന്നും വാർത്തകൾ ശ്രദ്ധിപ്പാൻ, വാർത്തകൾ വായിക്കാൻ വളരെ ആവേശം തോന്നുന്ന ഒരു സമയമാണ്. ഈ വാർത്തകളെല്ലാം ബിബ്ലിക്കൽ പ്രൊഫസിയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഇവിടെ പ്രത്യേകം ഓർക്കുക, ഈ രാഷ്ട്രങ്ങൾ, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അവർക്കെതിരായി വരും. ഇവർ വന്ന് യെരുശലേമിനെ പിടിക്കും. പക്ഷെ എത്രയും പിടിക്കുമെന്നറിയാമോ? നോക്കിയേ, ദൈവജനത്തിന്റെ കൃത്യത നോക്കിയേ. ദൈവവചനം അത് ദൈവജനമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ചാപ്റ്റർ 14, സക്കറിയ 14, ആ 14-ാം വാക്യം നോക്കിയേ. 2-ാം വാക്യം, ഞാൻ സകല ജാതികളെയും യെരുശലേമിനോട് യുദ്ധത്തിന് കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടും, വീടുകളെ കൊള്ളയടിക്കും, സ്ത്രീകളെ വഷളാക്കും, നഗരത്തിൽ പാതി പ്രവാസത്തിലേക്ക് പോകും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, ആ വാക്ക് കണ്ടോ? നഗരത്തിൽ പാതി, യെരുശലേമിന്റെ പകുതിയെ പിടിക്കുകയുള്ളൂ. UN എന്താ തീരുമാനിച്ചത്? UN സെക്യൂരിറ്റി കൗൺസിൽ എന്താ തീരുമാനിച്ചത്? 67 ഇസ്രായേൽ പിടിച്ചെടുത്ത പകുതി യെരുശലേം ഉണ്ടല്ലോ, അത് വിട്ടുകൊടുക്കണം. ഇവിടെ വായിക്കുന്ന കണ്ടോ, ലോകരാജ്യങ്ങൾ വന്ന് യെരുശലേമിന്റെ പാതിയാ പിടിക്കാൻ പോകുന്നു. വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, പാതി, ബാക്കി ഭാഗം പിടിക്കത്തില്ലേ. അതെന്താ? അങ്ങനെ ഒരു യുദ്ധമുണ്ടോ? നമ്മൾ ഓർത്തതുപോലെ ഈ യുദ്ധം നടക്കുമ്പോൾ ഇതിന്റെ ക്ലൈമാക്സിലാണ് യേശുക്രിസ്തു മടങ്ങി വരാൻ പോകുന്നത്. ഇനിയും ഞാൻ ഈ പലസ്തീൻ്റെ പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട നിങ്ങളോട് എസെക്കിയേൽ പ്രവചനത്തിന് ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. എനിക്കറിയാം എൻ്റെ മുന്നിൽ വളരെ ചുരുക്കം സമയമേ ഉള്ളൂ. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് ഇത് പറഞ്ഞു നിർത്താൻ ശ്രമിക്കാം. 1-2 ദിവസം പ്രസംഗിച്ചാൽ തീരത്തില്ല. ഞാൻ 10 മിനിറ്റ് കൊണ്ട് പറയാൻ പോവുകയാണ്. എൻ്റെ മനസ്സിൻ്റെ ഭാരം കൊണ്ടും പ്രാധാന്യത കൊണ്ടും ഞാനത് ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ്. ബൈബിള് എത്ര കൃത്യവും എത്ര സത്യവുമാണ്. 5 അധ്യായങ്ങൾ, എസെക്കിയേൽ പ്രവചനത്തിൽ 5 അധ്യായങ്ങൾ അവസാനത്തെ ഒരു യുദ്ധത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. എസെക്കിയേൽ 35, 36, 37, 38, 39. ഒന്നുകൂടി ഞാൻ പറയാം. എസെക്കിയേൽ 35, 36, 37, 38, 39. ഈ 5 അധ്യായം ഒരു ടോപ്പിക്കാണ് പറയുന്നത്. ഈ 5 അധ്യായങ്ങൾ ഒരു വിഷയമാണ് ഡീൽ ചെയ്യുന്നത്. എന്താ ആ വിഷയം? ഇതെന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പലപ്പോഴും ദൈവജനത്തിന് കഴിഞ്ഞിട്ടില്ല. കഴിയാഞ്ഞത് കൊണ്ടാണ് അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കാതെ പോയത്. എന്താണ് വിഷയം? 35-ാം അധ്യായത്തിൽ അറബി രാജ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെ മനസ്സിലാക്കുന്നത്? സെയീർ പർവ്വതത്തിൻ്റെ നേരെ മുഖം തിരിക്കണം. ആരാണ് ഈ സെയീർ പർവ്വതം? വായിക്കുന്നില്ലേ, പറഞ്ഞു പോകാം. ആവർത്തനം 2-ന്റെ ഡ്യൂട്രോണമി ചാപ്റ്റർ 2 അതിൻ്റെ ആദ്യത്തെ 5 വാക്യം വായിച്ചു നോക്കിയേ. സെയീർ പർവ്വതം ഞാൻ ഏശാവിൻ്റെ സന്തതിക്ക് കൊടുത്തിരിക്കുകയാണ്. അറബികൾ പാർക്കുന്ന പ്രതലമാണ്. അവരോടുള്ള ബന്ധത്തിൽ എന്താണ് ഇഷ്യൂ? അതിൻ്റെ 5-ാം വാക്യം കണ്ടോ? നീ നിത്യവൈരം ഭാവിച്ചു. അറബികൾ ഇസ്രായേലിനോട് എന്തായി പ്രശ്നം? യു ഹാവ് ഹാർബേർഡ് ആൻ ആൻഷ്യന്റ് ഹോസ്റ്റിലിറ്റി. പുരാതനമായ ഒരു വൈരാഗ്യം നീ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ലോകത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും പുരാതനമായൊരു വൈരാഗ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ വൈരാഗ്യമാണ്. ഇതിന് എത്ര വർഷം പഴക്കമുണ്ട്? 4000 വർഷം. അബ്രഹാമിന്റെ കൂടാരത്തിൽ 2 മക്കൾ തമ്മിൽ തുടങ്ങിയ വൈരാഗ്യമാണ്. യാക്കോബിനെ കൊല്ലുവാൻ ഏശാവ് തീരുമാനിക്കും. ആ വൈരാഗ്യം, യാക്കോബിന്റെ സന്തതി ഇസ്രായേൽ, ഏശാവിന്റെ സന്തതി അറബികൾ. ദൈവജനത്തിൽ പറയുന്നു, നീ പുരാതന വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അവരെ വാളിനേൽപ്പിക്കുകയാണ്. ഇന്നത്തെ രാഷ്ട്രീയ പ്രശ്നം, മതപരമായ പ്രശ്നം, പുരാതന വൈരാഗ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയ പ്രശ്നമല്ല, ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. പലസ്തീനികളെ ഓടിച്ചിട്ട് ഇസ്രായേൽ ഇത് പിടിച്ചെടുത്തുകൊണ്ടാണ് പ്രശ്നം. അല്ല, നിങ്ങൾ നോക്കിക്കോ, പലസ്തീൻ രാജ്യത്തിന് സ്ഥലം കൊടുത്താലും ഈ പ്രശ്നം തീരില്ല. ദൈവം പറയുന്നു, ഇത് വൈരാഗ്യം, റേഷ്യൽ ഫ്യൂഡാണ്, വർഗീയ വൈരാഗ്യമാണ്.
ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് പല വാക്യങ്ങൾ ഞാൻ പറയട്ടെ. ഇവർക്ക് എന്താ വേണ്ടിയത്? അറബികൾക്ക് എന്താ വേണ്ടിയത്? ഇന്നത്തെ വർത്തമാന ന്യൂസാണ് ഇനി വായിക്കുന്നത്. 12-ാം വാക്യം, ഇസ്രായേൽ പർവ്വതങ്ങൾ ശൂന്യമായിരിക്കുന്നു, അവ ഞങ്ങൾക്കിരയായി നൽകപ്പെട്ടിരിക്കുന്നു. ആ നോട്ട് ചെയ്തോണേ, ഇസ്രായേൽ പർവ്വതം, ഇസ്രായേൽ ഞങ്ങൾക്ക് തന്നെന്നല്ല പറഞ്ഞത്. നിങ്ങൾ നോട്ട് ചെയ്യണം, ഇസ്രായേൽ ഞങ്ങൾക്ക് തന്നെന്നല്ല, ഇസ്രായേൽ പർവ്വതങ്ങൾ. ഇനി 36-ാം അധ്യായം നോക്കി, നീയോ മനുഷ്യപുത്ര, ഇസ്രായേൽ പർവ്വതങ്ങളോട് പ്രവചിച്ചു പറയണം. ദൈവത്തിന് വേണേ പറഞ്ഞാൽ പോരായിരുന്നോ ഇസ്രായേലിനോട് പ്രവചിച്ചു പറയണമെന്ന്? ദൈവം പറഞ്ഞത് എന്താ? ഇസ്രായേൽ പർവ്വതങ്ങളോട് പറയണം. ഈ 36-ാം അധ്യായം മുഴുവൻ ഇസ്രായേൽ പർവ്വതത്തെ കുറിച്ചാണ്. 37-ാം അധ്യായം നോക്കി, ഇസ്രായേൽ രാഷ്ട്രമായി തീരുന്നതാണ് 37-ാമത്തെ അധ്യായത്തിന്റെ വിഷയം. അതിന്റെ 22-ാം വാക്യം, ഇസ്രായേൽ ഞാൻ അവരുടെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും. 37-ാം അധ്യായത്തിലും ഇസ്രായേൽ പർവ്വതം. ഇനിയും 38-ഉം 39-ഉം അധ്യായം, ഈ വായിച്ച കാര്യങ്ങളുടെ ക്ലൈമാക്സ് വരുന്നത് 38-ഉം 39-ഉം അധ്യായമാണ്. ഞാൻ ചുരുക്കി പറയാം, എന്നിട്ട് സമയമനുസരിച്ച് വിശദീകരിക്കാം. റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ഇസ്ലാമിക് രാജ്യങ്ങൾ, തീവ്രവാദികൾ, മിതവാദികളല്ല, തീവ്രവാദികളായ ഇസ്ലാമിക് രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും. ഞാൻ പറയട്ടെ, ഈ അധ്യായം ഇരുന്ന് വായിച്ചാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇറങ്ങി മുട്ടുകുത്തും. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തും. കാരണം ഇന്ന് നമ്മൾ കാണുന്നത് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കും. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. ഞാനിത് വായിച്ചിട്ട് പഠിക്കുന്ന മേശയിൽ നിന്ന്, എൻ്റെ കസറയിൽ നിന്ന് ഇറങ്ങി ഞാൻ മുട്ടുകുത്തിയിട്ടുണ്ട്. എത്ര വലിയ ദൈവിക ജ്ഞാനമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. ഈ 38-ാം അധ്യായത്തിൽ 39-ാം അധ്യായം റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നതാണ്. നിങ്ങൾ ചോദിക്കും, അത് റഷ്യ ആണോ എന്നൊക്കെ ചോദിക്കും. ഇവിടെ കുറെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പേരൊക്കെ ഏതാണ് എന്നുള്ളത് പലർക്കും സംശയമുണ്ടെന്നാൽ ഞാൻ പറയട്ടെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങൾ 2 തട്ടിലോട്ട് മാറും. അറബി രാജ്യങ്ങൾ 2 തട്ടിലോട്ട് മാറും. ഇസ്ലാം രാജ്യം തന്നെ 2ആയി കീറും. 2500 വർഷം മുമ്പ് ദൈവം അത് എഴുതി വെച്ചു. കഴിഞ്ഞ യുദ്ധങ്ങളുണ്ടല്ലോ, 1948-ലെ യുദ്ധം, 56-ലെ യുദ്ധം, 67-ലെ യുദ്ധം, 73-ലെ യുദ്ധം, 82-ലെ യുദ്ധം, ഈ യുദ്ധങ്ങളിലെല്ലാം അറബി രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നാണ് ഇസ്രായേലിനോട് പോരാടിയത്. എന്നാൽ ഇപ്പം നിങ്ങളൊരു കാര്യം നോട്ട് ചെയ്തോ, ഇറാനെയും മറ്റും ഇസ്രായേൽ ബോംബ് ചെയ്യുമ്പോൾ, ഇസ്രായേൽ ലെബനോനിൽ ചെന്ന് ഹെസ്ബുള്ളയൊക്കെ ബോംബ് ചെയ്യുമ്പോൾ, ഹമാസിനെ ബോംബ് ചെയ്യുമ്പോൾ, സൗദിയും ബഹ്റിനും ഖത്തറും ഒക്കെ എന്താ മിണ്ടാതിരിക്കുന്നത്? എന്തുകൊണ്ട് ആ രാജ്യങ്ങൾ മിണ്ടാതിരിക്കുന്നത്? ഇസ്രായേലിനോട് യുദ്ധത്തിന് എന്താ അവർ പോകാത്തത്? നമ്മൾ ജീവിക്കുന്ന ഇന്ന് അങ്ങനെ ഒരു ചേരിതിരിവുണ്ടായി. ആ ചേരിതിരിവ് ഈ ബൈബിളിൽ 2500 വർഷം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യം ഞാനൊരു കാര്യം എടുത്തോട്ടെ. ഈ റഷ്യയുടെ നേതൃത്വത്തിൽ റഷ്യയാണോ എന്ന് ഒരു വാക്കിൽ ഞാൻ പറഞ്ഞിട്ട് പോകാം. റഷ്യയാണെന്നുള്ള പല തെളിവുകളിൽ ഒരു തെളിവ്, അതിൻ്റെ 15-ാം വാക്യം, 38-ന്റെ 15, നിന്നെയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി മഹാസൈന്യമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തും തന്നെ വരും. വടക്കേ അറ്റത്ത് നിന്ന് കൊണ്ടുവരും. ഭൂമിയുടെ കേന്ദ്രമെന്ന് പറയുന്നത് 11-ാം വാക്യം നോക്കിയാൽ 38-ന്റെ 11, ഭൂമിയുടെ സെന്റർ എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഭൂമിയുടെ സെന്റർ ഇസ്രായേലാണ്. യെശയ്യാവ് 19-ലും അത് വായിക്കുന്നുണ്ട്, യെശയ്യാവ് 5-ലും വായിക്കുന്നുണ്ട്, ഇവിടെയും വായിക്കുന്നുണ്ട്. ഭൂമിയുടെ മധ്യഭാഗം, സെന്റർ ഓഫ് ദ വേൾഡ്, ദൈവത്തിന്റെ കൺമുമ്പിൽ ഇസ്രായേലാണ്. ഇനിയും ദൈവം പറയുകയാണ്, നിന്നെ ഞാൻ വടക്കേ അറ്റത്ത് നിന്ന് കൊണ്ടുവരും. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഐ വിൽ ബ്രിങ് യു ഫ്രം ദ അട്ടർമോസ്റ്റ് നോർത്ത്. ഒരു ഭൂപടം എടുത്ത് നോക്കിയേ, ഭൂമിയുടെ കേന്ദ്രബിന്ദുവായിരിക്കുന്ന ഇസ്രായേലിന്റെ വടക്ക് കിടക്കുന്ന രാഷ്ട്രങ്ങളാണ് സിറിയയും ജോർദാനും, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ. എന്നാൽ ഏറ്റവും വടക്ക് കിടക്കുന്ന ഒരു രാജ്യമുണ്ട്, അതിൻ്റെ പേരാണ് റഷ്യ. അതിൻ്റെ അപ്പുറത്തെ രാജ്യമില്ല. ഐ വിൽ ബ്രിങ് യു ഫ്രം ദ അട്ടർമോസ്റ്റ് നോർത്ത്. അവിടെ നിന്ന് നിന്നെ കൊണ്ടുവരും. ഇത് റഷ്യയാണെന്ന് ആ ദിക്ക് മാത്രം നോക്കിയാൽ മതി. ഞാൻ അതോട് ചേർത്ത് വീണ്ടും പറയുന്നുണ്ട്, 39-ാം അധ്യായത്തിലും പറയുന്നുണ്ട്,
അതിൻ്റെ 2-ാം വാക്യത്തിൽ നിന്റെ വടക്കേ അറ്റത്ത് നിന്ന്, ഇംഗ്ലീഷിൽ വായിച്ചാൽ ഫ്രം ദ അട്ടർമോസ്റ്റ് നോർത്ത്. നമുക്ക് വായിക്കാം ഇവരെവിടോട്ടുള്ള പ്രശ്നത്തിലാണ് വരുന്നത്. അതിൻ്റെ 8-ാം വാക്യം നോക്കിയാട്ടെ. ഏറിയ നാൾ കഴിഞ്ഞ്, 38:8, ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും, വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിൽ നീ ഒടുക്കം വന്നു ചേരും, നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രയേൽ പർവ്വതങ്ങളിൽ തന്നെ. അവിടെയും കണ്ടോ, ഇസ്രയേൽ പർവ്വതമാണ് 35 തൊട്ട് നമ്മൾ വായിച്ചു കൊണ്ടിരുന്നത്. റഷ്യയും ഒരു കൂട്ടം രാജ്യങ്ങളും ആക്രമിക്കുന്നത് ഇസ്രയേൽ പർവ്വതങ്ങളിലാണ്. 39-ാം അധ്യായം നോക്കി, അതിൻ്റെ 2-ാം വാക്യം. ആ 38-ന്റെ തുടർച്ചയാണ്. അവിടെ വായിക്കുന്നു, ഇസ്രയേൽ പർവ്വതങ്ങളിൽ വരുത്തും, നിങ്ങളെ വടക്ക് നിന്ന് ഇസ്രയേൽ പർവ്വതങ്ങളിൽ വരുത്തും. ഇനി ഏതാണ് ഇസ്രയേൽ പർവ്വതം? നിങ്ങളൊരു ഭൂപടം എടുത്ത് വെച്ച് നോക്കിയാൽ, ഞാൻ കൊണ്ടുവരാൻ വിട്ടുപോയി, എൻ്റെ കയ്യിലൊരു പ്ലാസ്റ്റിക് മാപ്പുണ്ട് ഇസ്രയേൽ. ഞാനത് ഇസ്രയേലിൽ നിന്ന് മേടിച്ചതാണ്. അതിനകത്ത് ഈ ഇസ്രയേലിൻ്റെ പർവ്വതങ്ങളൊക്കെ എംബോസ് ചെയ്തിട്ടുണ്ട്. ആ ഇസ്രയേൽ പർവ്വതങ്ങൾ എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ഹൃദയഭാഗം, ഇസ്രയേലിൻ്റെ ഹൃദയത്തിലുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ ജൂഡിയ ശമരിയ, ജൂഡിയ ശമരിയ പ്രദേശം, അതായത് ഹാർട്ട് ഓഫ് ഇസ്രയേൽ, ഇസ്രയേലിൻ്റെ ഹൃദയഭാഗത്തുള്ള സ്ഥലമാണ്. ഒരു പറങ്ങണ്ടി തിരിച്ചിട്ടാൽ ആ ഷേപ്പിൽ കിടക്കുന്ന ഒരു സ്ഥലം ജൂഡിയ ശമരിയ. ആ സ്ഥലത്തിന് ഇന്ന് കൊടുത്തിരിക്കുന്ന പേരെന്താ? വെസ്റ്റ് ബാങ്ക്. യെസ്, വെസ്റ്റ് ബാങ്ക്. ഈ 5 അധ്യായത്തിലെ വിഷയം വെസ്റ്റ് ബാങ്ക്. ഇപ്പം വാർത്തകളിൽ ഉരുത്തിരിഞ്ഞ വിഷയം പലസ്തീൻ രാജ്യം ഉണ്ടാക്കണം. പലസ്തീൻ രാജ്യം ഉണ്ടാക്കണമെങ്കിൽ വെസ്റ്റ് ബാങ്ക് വിട്ടുകൊടുക്കണം. വെസ്റ്റ് ബാങ്ക് എന്താ ഇസ്രയേൽ വിട്ടുകൊടുക്കാത്തത്? ഇസ്രയേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിന്റെ ചുറ്റും ശത്രുക്കളാണ്. ഇനിയും ആ രാജ്യത്തിന്റെ അകത്തോട്ട് കയറി കിടക്കുന്ന ആ സ്ഥലം കൂടെ കൊടുത്ത് അറബികൾക്ക് രാജ്യമാക്കി തീർത്താൽ, പലസ്തീനികൾക്ക് രാജ്യമാക്കിയാൽ, മെഡിറ്ററേനിയൻ കടലും ഇസ്രയേലിന്റെ അതിരും തമ്മിൽ 9 മൈലേ ഉള്ളൂവിന്. ഒരു സ്ട്രാറ്റജിയും ഇല്ല, യുദ്ധത്തിന്റെ സ്ട്രാറ്റജി. ഞാൻ പറയട്ടെ, ഇവിടമാണ് ഇനിയും തിരുവചനത്തിലൂടെ ശ്രദ്ധിച്ചാൽ ഒരു വ്യക്തി ഇസ്രയേലിന് സമാധാനത്തിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കും. വളരെ ശക്തമായി ഇസ്രയേലിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും. ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അന്തിക്രിസ്തുവാണ്. ആന്റിക്രൈസ്റ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കും. അന്തിക്രിസ്തു പ്രൊട്ടക്ഷൻ കൊടുത്ത ശേഷമാണ് ഈ ഫലസ്തീൻ രാഷ്ട്രം മിക്കവാറും രൂപീകരിക്കാൻ പോകുന്നത്. ഇസ്രയേൽ ഒരു കാരണവശാലും, ഇസ്രയേലും അമേരിക്കയും അത് വിട്ടുകൊടുക്കാനായിട്ട്, ഈ ഇസ്രയേലിന്റെ സുരക്ഷിതത്വം അവര് വളരെ പ്രാധാന്യതയുള്ളത് കൊണ്ട് പലസ്തീൻ രാഷ്ട്രം രൂപീകരിച്ചാൽ ഒരിക്കലും അവർക്ക് ഈ വെസ്റ്റ് ബാങ്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യം അവർക്ക് സെക്യൂരിറ്റി ഇല്ല. ആ സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് അത് വിട്ടുകൊടുക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ ബൈബിളിൽ രേഖപ്പെടുത്തി ഒരാൾ വന്ന് ഇസ്രയേലുമായിട്ട് ശക്തമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ എടുത്ത് വായിക്കാതെ ഞാൻ പറയട്ടെ, He will make a strong covenant for 1 week. 7 വർഷം ശക്തമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ഞാൻ പ്രിയപ്പെട്ട നിങ്ങളോട് പറയട്ടെ, ഈ ശക്തമായ ഉടമ്പടി ഉണ്ടാക്കുന്നത് ആരാണ്? അന്തിക്രിസ്തുവാണ്. വാസ്തവത്തിൽ അന്തിക്രിസ്തു വെളിപ്പെടാൻ കാര്യങ്ങൾ ഒരുങ്ങുകയാണ്. ഇസ്രയേലിന് പീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാതെ ഒരു കാരണവശാലും പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ അനുവദിക്കില്ല അമേരിക്കയും ഇസ്രയേലും. ഈ പീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ അന്തിക്രിസ്തു ഒരു വലിയ രാഷ്ട്രീയ നേതാവ് ഈ സമാധാന ഉടമ്പടി കൊടുക്കണം. അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടണമെങ്കിൽ സഭ ഇവിടെ നിന്ന് മാറണം. തടുക്കുന്നവൻ വഴി നിന്ന് മാറണം. അപ്പോൾ അധർമ്മൂർത്തി വെളിപ്പെടും. ഞാനും നിങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ അന്തിക്രിസ്തു വെളിപ്പെടത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ സമയം കടന്നിരിക്കുകയാണ്. ഏത് സമയത്തും കാഹളം ധ്വനിക്കാം. ദൈവിക പദ്ധതിയുടെ കടികാരം നമ്മൾ നോക്കിക്കേ. ഓട്ടെ, ഇസ്രയേലിനെ ഈ 38-ാം അധ്യായത്തിൽ ആക്രമിക്കും. എന്നോട്
പ്രിയ ഒരു സഹോദരൻ വളരെ 1-2 പ്രാവശ്യം ചോദിച്ചു, എപ്പോഴാണ് അറ്റാക്ക് ചെയ്യുന്നത്? ഈ 38-39 അധ്യായത്തിൽ ഞാൻ ഓടിച്ചൊന്ന് പറയാം. അതിൻ്റെ 38-ന്റെ 8-ാം വാക്യം നോക്കാട്ടെ. അവിടെ 8-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഏറിയ നാൾ കഴിഞ്ഞ് വാളിനൊഴിഞ്ഞു പോകുന്നത് പല ജാതികൾ ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിൽ നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങൾ തന്നെ. എന്നാൽ അവർ ജാതികളുടെ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. ആ വാക്ക് കണ്ടോ? നിർഭയമായി വസിക്കും. 11-ാം വാക്യം നോക്കി, മതിലില്ലാതെ വസിക്കും. മതിൽ പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. 14-ാം വാക്യം എൻ്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ, എന്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ ഇസ്രായേലിന് അന്തിക്രിസ്തു പ്രൊട്ടക്ഷൻ കൊടുത്ത് അവർ ആയുധം താഴെ വെക്കും. യഹൂദൻ പിറന്നു വീണ ശേഷം ആയുധം താഴെ വെച്ചിട്ടില്ല. ആ ആയുധം താഴെ വെക്കുന്നത് അവർക്ക് ശക്തമായ ഒരു ഉടമ്പടിയിലൂടെ അവർക്ക് സമാധാനം കൊടുക്കുമ്പോഴാണ്. ഇവിടെ വായിക്കുന്നു, എന്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ എന്ത് ചെയ്യും? നീ അത് അറിയുന്നില്ലയോ? നീയും നിന്നോടുകൂടെ പല ജാതികളും മഹാസൈന്യമായി വടക്കേറ്റത്ത് നിന്റെ ജനത്തെ ആക്രമിക്കും. ഇസ്രായേലിനെ ആക്രമിക്കപ്പെടുന്നത് അപ്പോഴാണ്. നമ്മൾ 1 തെസ്സലോനിക്കർ 5-ന്റെ 2-3 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ സംഭവിക്കും. അപ്പോൾ ഈ സമാധാന ഉടമ്പടി ഉണ്ടാക്കി കഴിയുമ്പോഴാണ് എസെക്കേൽ 38-39 നടക്കും. ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രവചന നിവർത്തിക്കുന്നത് മഹോപദ്രവ കാലഘട്ടത്തിൻ്റെ മധ്യഭാഗത്തിൽ 3.5 വർഷം കഴിയുമ്പോഴാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നടക്കാൻ രാഷ്ട്രീയമായ കാര്യങ്ങൾ ഒരുങ്ങുന്നു. യെസ്, ഇത് നിസ്സാരമാണോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ ഒന്നീ പൊട്ടന്മാരായി, ഒന്നുകിൽ ഒന്നും അറിയാത്ത പൊട്ടന്മാരായി ജീവിച്ചാൽ ഒരു കുഴപ്പമില്ല. ദൈവവചനം വായിച്ച് ഈ പ്രവചനങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞു, നിങ്ങൾ കാണാൽ കള്ളനെന്ന പോലെ പിടിക്കില്ല. നിങ്ങൾ കാണാൽ കർത്താവിൻ്റെ നാൾ കള്ളനെന്ന പോലെ പിടിക്കില്ല. എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയും. ഞാനും നിങ്ങളും കാണുന്നു, കേൾക്കുന്നു സംഭവങ്ങൾ. ഈ തലമുറ, ദിസ് ജനറേഷൻ, the Lord is preparing for his second coming. അവന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് ഒരുക്കുന്നെങ്കിൽ ഉൽപ്രാപണത്തിന് വേണ്ടി സമയം എത്ര അതിക്രമിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരോട് പറയട്ടെ, വെളിപ്പാട് 6-ാം അധ്യായം എടുക്കുമ്പോൾ കുഞ്ഞാട് മുദ്രയിൽ ഒന്ന് പൊട്ടിച്ചു, ഒരു വെള്ളക്കുതിര, സമാധാനത്തിന്റെ എംബ്ലമാണ്. അവന്റെ കയ്യിൽ വില്ലുണ്ട്, അമ്പില്ല, യുദ്ധമില്ല, സമാധാനം കൊണ്ട് ലോകത്തെ പിടിച്ചെടുക്കും. 3.5 വർഷം കഴിയുമ്പോൾ 2ാമത്തെ മുദ്ര പൊട്ടിച്ചു, ചുവന്ന കുതിര, സമാധാനം എടുത്തു കളയും. 3.5 വർഷം, സെക്കൻഡ് ഹാഫ് ഓഫ് ട്രിബുലേഷൻ, പീഡന കാലഘട്ടത്തിന്റെ 2ാം ഭാഗം, യുദ്ധമല്ലാതെ വേറെ ഒന്നും കാണത്തില്ല. യെരുശലേം അവസാനം ഈ നമ്മൾ കണ്ടു, ഇസ്രായേൽ പർവ്വതങ്ങളിലോട്ടാണ് ഇവർ വരുന്നത്. എന്തിനാ ദൈവം യെരുശലേമിനെ ഇങ്ങനെ പ്രശ്നമാക്കുന്നത്? എസെക്കേൽ പ്രവചനം 22-ാം അധ്യായം നോക്കിയേ. 22-ാം അധ്യായം, ക്ഷമിക്കണേ, ഞാൻ 5 മിനിറ്റ് കൂടെ എടുക്കാതെ നിവൃത്തിയില്ല, പറഞ്ഞെവിടെയെങ്കിലും കൊണ്ട് നിർത്തണമല്ലോ. എസെക്കേൽ 22 അതിൻ്റെ 17 തൊട്ട് നോക്കാട്ടെ. ഇസ്രായേലിനോട് പറയുകയാണ്, മനുഷ്യപുത്രാ, ഇസ്രായേൽ ഗൃഹം എനിക്ക് കിട്ടമായി തീർന്നു. അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തിയും ഇരുമ്പും കറുത്തിയുമായി അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നു. അതുകൊണ്ട് യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എല്ലാവരും കിട്ടമായി തീർന്നിരിക്കൊണ്ട് ഞാൻ നിങ്ങളെ യെരുശലേമിന്റെ നടുവിൽ കൂട്ടും. വെള്ളി ഊതി കഴിക്കുന്ന പോലെ നിങ്ങളെ യെരുശലേമിന്റെ നടുവിലിട്ട് ഞാൻ ഊതി ഉരുക്കും. ഇസ്രായേലിനെ ശുദ്ധീകരിക്കുന്നത് യെരുശലേമിന്റെ നടുവിലാണ്. അവര് ഏറ്റു പറയണം. ഹോശേയ 5:15 നിങ്ങൾ നോക്കിക്കേ, ഒന്ന് വായിച്ചേക്കാം. ഹോശേയ 5:15. യേശുക്രിസ്തു വരണമോ? യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത നടക്കണമോ? നടക്കണമെങ്കിൽ ഹോശേയ പ്രവചനം 5:15 പ്രവചനാത്മാവിൽ കർത്താവ് പറഞ്ഞ വാക്ക് നോക്കിയേ. അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിൽ ഇരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. യഹൂദൻ കുറ്റമേറ്റു പറയണം, അവൻ എൻ്റെ മുഖം അന്വേഷിക്കണം,
അതുവരെ ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തിലിരിക്കും. സ്വർഗത്തിൽ നിന്ന് വന്ന കർത്താവ് സ്വർഗത്തിൽ മടങ്ങിപ്പോയി. അവരുടെ കഷ്ടതയിൽ അവർ എന്നെ അന്വേഷിക്കും. മറ്റു വാക്യം ഞാൻ എടുക്കുന്നില്ല. അവർ കുത്യവെങ്കിലേക്കുന്നു. ആ നോട്ടം നടക്കുന്നത് മഹോപദ്രവത്തിന്റെ അവസാന സമയം. യഹൂദനിൽ 2/3 കൊന്നുകളയും. ലോകരാജ്യങ്ങൾ അവനെ വഷളാക്കും. യെരുശലേമിന്റെ പാതി പിടിക്കും. ഞാൻ ഒരു കാര്യം പ്രിയപ്പെട്ട നിങ്ങളോട് ആത്മാർത്ഥമായി പറയണം. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ല. ഞാൻ നിങ്ങൾ ജീവിക്കുന്ന കാലയളവ് ഏത് സമയവും ഇവിടെ നിന്ന് മാറ്റപ്പെടാൻ കഴിയുന്ന കാലയളവാണ്. ദൈവവചനം സത്യമാണ്. ഒരു ഭക്തനത് തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ കർത്താവ് വന്നു കഴിഞ്ഞാൽ യഹൂദനോട് ഇടപെട്ടവനെ ശുദ്ധീകരിക്കാൻ യെരുശലേമും വെസ്റ്റ് ബാങ്കും ഒക്കെ ഒരുക്കി കഴിയും. നമ്മൾ എത്ര ഒരുങ്ങിയിരിക്കണം? ദൈവമക്കളായ നമ്മൾ എത്ര ഒരുങ്ങിയിരിക്കണം? ഓരോ ദിവസവും നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് അടുത്ത്, ഏറ്റവും അടുത്ത്, അവൻ്റെ മുന്നിൽ യാതൊരു വിധത്തിൽ ലജ്ജിച്ചു പോകാതെ ധൈര്യത്തോടെ നിൽപ്പാൻ പ്രാർത്ഥിച്ചും അവൻ്റെ മുഖം അന്വേഷിച്ചും നമ്മളാൽ കഴിയുന്നത് അവൻ്റെ മഹത്വത്തിനായി ജീവിച്ചും കൊണ്ട് മുന്നോട്ട് പോകാം. നമ്മൾ അത്രമാത്രം കാലത്തിൻ്റെ അവസാനത്തിലോട്ട് വന്നു കഴിഞ്ഞു. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതിരിപ്പുണ്ടോ? പ്രിയപ്പെട്ട നിങ്ങളോട് പറയട്ടെ, വലിയൊരു അബദ്ധത്തിലേക്ക് നിങ്ങൾ പോയിപ്പെടും. എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്, ഈ കർത്താവ് വന്നു കഴിഞ്ഞും സുവിശേഷം പ്രസംഗിക്കുമല്ലോ, അന്ന് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടോ? ഒരിക്കലും ഒരു സ്ഥലത്ത് ഒരു യോഗത്തിന് പോയപ്പോൾ, ഞാൻ സ്ഥലമൊന്നും പറയില്ല, ആ സ്ഥലത്തിലെ മൂപ്പൻ എന്നോട് പറഞ്ഞു, എൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഊണിന് എന്നെ അവിടെ വിളിച്ചിട്ടുണ്ട്. ആ എൽഡർ എന്നോട് പറഞ്ഞു, എൻ്റെ ആൺമക്കളോടൊന്ന് ഇടപെടണമെന്ന് പറഞ്ഞു. 2 ആൺപിള്ളേരുണ്ട്, അവർ രക്ഷിക്കപ്പെട്ടതല്ല. ഒരാൾ മാറിക്കളഞ്ഞു, ഒരാളെ എനിക്ക് കിട്ടി. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഏതായാലും സഭ മാറ്റപ്പെട്ട ശേഷം 2ാമത് ഒരവസരമുണ്ടല്ലോ, അന്ന് ഞാൻ രക്ഷിക്കപ്പെടാം. ഞാൻ പറഞ്ഞു, ബൈബിളൊന്ന് എടുക്കാൻ പറഞ്ഞു. 2 തെസ്സലോനിക്കർ. ഇവിടെ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. നിങ്ങൾ രക്ഷിക്കപ്പെടത്തില്ല. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അന്തിക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറയുകയാണ്. അവിടെ പറയുമ്പോൾ 9 തൊട്ടുള്ള വാക്യം, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതി ലസിക്കുന്നവനും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് പോഷു വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കും. ഇന്ന് ഉൽപ്രാവണം നടന്നാൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനും വിദഗ്ധനുമായ ഒരു ഭരണകർത്താവ് എഴുന്നേൽക്കും, അന്തിക്രിസ്തു. സാത്താൻ സാമന്റെ സിംഹാസനം അധികാരം കൊടുക്കും. ദൈവവചനത്തിൽ പറയുകയാണ്, ഇന്ന് സുവിശേഷം കേട്ട് വിശ്വസിക്കാൻ മനസ്സില്ലാത്തവൻ ശിക്ഷയുണ്ടാക്കണം. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ദൈവം വ്യാജം വിശ്വസിപ്പാൻ ഭോഷ്കന്റെ വ്യാപാര ശക്തി അയക്കും. ഇന്ന് ആരെങ്കിലും സുവിശേഷം കേട്ടിട്ട് രക്ഷിക്കപ്പെടാതിരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉൽപാദനം കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ രക്ഷിക്കപ്പെടത്തില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നടക്കില്ല. ഈ വചനം പറയുന്നു, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധി വരേണ്ടതിന് ദൈവം ഭോഷ്ക് വിശ്വസിപ്പാൻ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കും. പരിശുദ്ധാത്മാവിന് പകരം വേറെ ഒരു വ്യാജത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ച് നിങ്ങൾ അന്തിക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കും. അന്തിക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചാൽ, അവന്റെ മുദ്ര ഏറ്റുകഴിഞ്ഞാൽ നിത്യനരകം, ഒരു രക്ഷയുമില്ല. ഞങ്ങളെ കേൾക്കുന്നവരാരെങ്കിലും ഈ കാലം അതിൻ്റെ ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്ന ദിവസങ്ങളിൽ രക്ഷിക്കപ്പെടാത്തവരായിട്ട് ഞങ്ങളെ കേൾക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു വാക്ക് പറയട്ടെ. കർത്താവ് ക്രൂശിൽ മരിക്കുന്നത് 2000 വർഷം മുമ്പ് മരിച്ചത് ചരിത്ര സംഭവമാണ്. അവൻ കാൽവറി ക്രൂശിൽ മരിച്ചത് നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അവനെ ന്യായം വിധിച്ചവർ കൈകഴുകി
ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. എന്നാൽ അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. പിതാവായ ദൈവം നമ്മുടെ എല്ലാവരുടെയും അകൃത്യങ്ങൾ അവന്റെ മേൽ ചുമത്തി. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് ക്രൂശിൽ അവൻ മരണം അനുഭവിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനി ഒന്നും ചെയ്യണ്ട. നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവ് എൻ്റെ നിങ്ങളുടെ രക്ഷ സൗജന്യമായി ദാനമായി നൽകുമ്പോൾ, ദൈവം ദാനമായി തരുമ്പോൾ ആ കരങ്ങൾ നീട്ടി മേടിച്ച് ഒരു നന്ദി പറഞ്ഞാൽ മതി. ഈ രാത്രി ഞങ്ങളെ കേൾക്കുന്നവർ രക്ഷിക്കപ്പെടാതെ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ, നാളെ എന്ന് പറയുന്ന ഒരു ദിവസം നിങ്ങൾക്കൊരു പക്ഷേ ലഭിക്കില്ല, അറിയില്ല. അവൻ്റെ വരവിൻ്റെ മാറ്റൊലികൾ ശക്തമായി കേൾക്കുന്നു. ഏത് സമയത്തും കർത്താവ് വന്ന് തൻ്റെ ജനത്തെ ചേർക്കാം. ദൈവമക്കൾ ഒരുങ്ങിയിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്, അവൻ്റെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഈ കർത്താവിന് വേണ്ടി ഒരു തീരുമാനമെടുക്കണം. ഒരു നിമിഷം പ്രാർത്ഥിച്ച് യോഗം അവസാനിക്കും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും തലകളെ ഒന്ന് വണക്കാം. ദൈവമക്കളായ നമ്മൾ ഒന്ന് ഹൃദയത്തിലോട്ട് തിരിഞ്ഞു നോക്കി, നമ്മുടെ നാളുകൾ എത്ര എണ്ണപ്പെട്ടു എന്ന് മനസ്സിലാക്കി. ഈ ലോക സംഭവങ്ങളൊന്നും അവിചാരിതമല്ല. നമ്മുടെ കർത്താവിൻ്റെ വരവിനെ വളരെ ശക്തമായി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ നടക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ലോകം ഒരുങ്ങുന്നു എന്നുള്ളത് നമ്മൾ കാണുന്ന വസ്തുതയാണ്. നമ്മൾ വളരെ വളരെ ഉണർന്ന് വളരെ ഭയത്തോടെ ഈ കർത്താവിനെ സ്നേഹിച്ച് നമുക്ക് ഒരുങ്ങി ഈ കർത്താവിനെ ധൈര്യത്തോടെ കാണുവാനായിട്ട് ദൈവമക്കളായി നമുക്ക് ഒരുങ്ങി നിൽക്കാം. നമുക്കുള്ള റിസോഴ്സസ് ഉപയോഗിക്കാം, നമ്മുടെ സമയം ഉപയോഗിക്കാം, നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കാം. ഈ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഈ അവസാന നാളുകളിൽ അവൻ നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതുണ്ടോ? നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവ്, ആ കർത്താവിനെ ഇന്ന് രാത്രിയിൽ നിങ്ങളെ സ്വീകരിപ്പാൻ മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾ കൈവിടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, ഇന്ന് വരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് സുപ്രസാദ കാലം. നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം. ഒരു വ്യക്തിയെങ്കിലും ഞങ്ങളെ കേൾക്കുന്നവർ രക്ഷിക്കപ്പെടാതുണ്ടെങ്കിൽ നിങ്ങൾക്കൊരവസരം തരികയാണ്. നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കും. കർത്താവേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് നീ ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പാപം ചെയ്തു, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് നീ മരിച്ചു. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ അത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും എൻ്റെ ഹൃദയം തുറന്നു തരികയും ചെയ്യുന്നു. എൻ്റെ ഉള്ളിൽ വന്നെന്നെ രക്ഷിക്കണം. ആയിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഒരു വാക്ക് കർത്താവിനോട് പറയുക, നിങ്ങൾ രക്ഷിക്കും. നിങ്ങളും നിങ്ങളുടെ ആത്മാർത്ഥത കർത്താവ് മാത്രമേ അറിയുന്നുള്ളൂ. ഒരു വ്യക്തിയെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ, അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ നിങ്ങൾ നിശ്ചയിച്ചെങ്കിൽ, നിങ്ങളുടെ ഉറപ്പിനായി ഞാനൊരു കാര്യം പറയാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ വലങ്കരം ഒന്ന് ഉയർത്തി കാണിക്കാമോ? ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഇന്ന് രാത്രി കർത്താവിനെ ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്കൊരു അവസരം തരികയാണ്. ഇന്ന് രാത്രിയിൽ എൻ്റെ കർത്താവിനെ ഞാൻ സ്വീകരിക്കുന്നു. ഞാനൊരു പാപിയാണ്. എൻ്റെ പാപത്തിന് വേണ്ടി അവൻ മരിച്ചെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയം കർത്താവിന് കൊടുക്കുന്നു. നിങ്ങളങ്ങനെ വിശ്വസിച്ചുവെങ്കിൽ, നിങ്ങളങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ, നിങ്ങളുടെ വലങ്കരം തീരുമാനത്തിൻ്റെ അടയാളമായി ഒന്നുയർത്തി കാണിക്കുക. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരായിരിക്കാം. എനിക്കറിഞ്ഞുകൂടാ. ഞാനൊരവസരം തന്നുവെന്നേ ഉള്ളൂ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരുങ്ങാം, ഉണരാം, അവൻ്റെ വരവിനെ ബന്ധപ്പെടുത്താം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.